അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിലുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ 3 മൊഡ്യൂൾ ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഇന്ന് ആക്ച്വലി കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മുടെ ആ ഒരു സിലബസിന്റെ ആ ഒരു കണ്ടന്റ് എന്താണ്, ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതില് നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ 15 മാർക്കാണ് വരുന്നത്. അതിൽ 5 മാർക്ക് ഓരോ മൊഡ്യൂളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ അപ്ലൈഡ് ഒപ്റ്റിക്സിലും 5 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു മൊഡ്യൂൾ പഠിച്ചാൽ നമുക്ക് എക്സാമിന് 5 മാർക്സോളം കിട്ടും. ആൻഡ് ഓൾസോ ഇതങ്ങനെ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നും അല്ല. തിയറി ബേസ്ഡ് കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഒരു കഥ പോലെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു 5 മാർക്കും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം. സോ അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂളും അല്ല നിങ്ങൾക്ക്. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന MCQs എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഓറിയന്റഡ് അധികം വരില്ല. ബട്ട് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം ചിലപ്പോൾ. അപ്പോൾ എന്നാലും അധികം ഇക്വേഷൻസ് ഒന്നും ഇല്ല നമുക്ക് ഈ ഒരു സെക്ഷനിൽ, കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കിടക്കുന്നത്. ടോപ്പിക്സ് വന്നിട്ട് ലേസേഴ്സ് ഉണ്ട്, ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. അതിനകത്ത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ വരുന്നുണ്ട്, അക്സെപ്റ്റൻസ് ആംഗിൾ, ന്യൂമെറിക്കൽ അപ്പർച്ചർ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ്. ഫൈബർ സെൻസർ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഫോട്ടോണിക്സ്, LED ആൻഡ് സോളാർ സെൽ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഈ ഫസ്റ്റ് പോയിന്റ് ആണ്, ലേസേഴ്സ് വെച്ചിട്ട്. പിന്നെ ഏതെങ്കിലും പോർഷനിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. ഓൾസോ നമുക്ക് ഈ കുറച്ച് കൺസെപ്റ്റ് പഠിച്ചിട്ട് അതിന്റെ കുറച്ച് MCQസും കൂടെ ഇന്ന് നമുക്ക് കവർ ചെയ്യുന്ന രീതിക്ക് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇവിടെ നിങ്ങൾ ഈ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്ലൈഡ് ഒപ്റ്റിക്സ്. നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിലും മുന്നേ നമ്മൾ +1 +2 കുറച്ച് ഒപ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. ഈ റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഈ ഒരു റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പിന്നെ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അങ്ങനെ കുറെ കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുള്ള ഒരു ഒപ്റ്റിക്സിന്റെ കുറെ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെയും ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിലോട്ട് വരുമ്പോൾ പഠിക്കുന്നത്. ഈ ഒപ്റ്റിക്സിന്റെ തന്നെ വേറൊരു ബ്രാഞ്ച് പോലെ വരുന്നതാണ് ഈ അപ്ലൈഡ് ഒപ്റ്റിക്സിൽ നമ്മൾ ഈ കവർ ചെയ്യുന്ന ലേസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുന്ന രീതിക്ക് വന്നാല് ഒപ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒപ്റ്റിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണയായിട്ട് അറിയാം. ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ കാഴ്ചയുമായിട്ട് റിലേറ്റ് ആയി കിടക്കുന്നതാണ് അല്ലേ. അപ്പൊ കാഴ്ചയായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണണമെങ്കിൽ വെളിച്ചം ഉണ്ടാവണം അല്ലെ പുറത്ത് സറൗണ്ടിങ്സിൽ. അപ്പൊ ആ ഒരു ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡി ഉണ്ട്. അപ്പം ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദി സ്റ്റഡി ഓഫ് ലൈറ്റ്, മെയിൻലി ലൈറ്റിനെ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഒപ്റ്റിക്സിൽ നടത്തുന്നത്. ആൻഡ് ഓൾസോ ഈ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ടൈപ്പ് ഫിനോമിനാസ്, അതായത് ലൈറ്റിൽ ഇപ്പൊ നമ്മൾ ലൈറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്സിന്റെ ഫുൾ ഒരു ബ്രാഞ്ച് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു പോയിന്റ് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഈ +2 ഇതിലൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഈ EM സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്. ആ വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ ആക്ച്വലി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. വേണമെങ്കിൽ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ജസ്റ്റ് അത്രയും ഇവിടെ നമ്മുടെ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗാക്സു
വിമിറ, ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എങ്ങനെയാണ് നടക്കുന്നത്? ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, ഈ വി ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ലൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഓർക്കുക, ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിസിബിൾ ലൈറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ മൈക്രോവേവ്സും റേഡിയോ വേവ്സും ആണ്. അപ്പൊ നമ്മുടെ മെയിൻ ഫോക്കസ് ഒപ്റ്റിക്സിൽ ഈ ഒരു ലൈറ്റിനോടാണ്. അങ്ങനെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ലൈറ്റിനെ ഫോക്കസ്, അതിലെ വിസിബിൾ പോർഷനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ 3 ക്ലാസിഫിക്കേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സിംപ്ലി പറഞ്ഞാൽ ഒപ്റ്റിക്സിന് 3 ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് +1 +2 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളത് ഈ 2 റീജിയനാണ്, ഈ ജോമെട്രിക്കൽ ഒപ്റ്റിക്സും ഫിസിക്കൽ ഒപ്റ്റിക്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കലിൽ നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ള പേര് തന്നെ റേ ഒപ്റ്റിക്സ് എന്നായിരിക്കും. എന്താണ് റേ ഒപ്റ്റിക്സ്? ഫിസിക്കൽ ഒപ്റ്റിക്സിനെയാണ് നിങ്ങൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ റേ ഒപ്റ്റിക്സിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിനോമിനാസ് ആണ്. മെയിൻ ആയിട്ടും നമ്മൾ ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ എല്ലാം നമ്മൾ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന പോലെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ വരുന്നത്. അതായത് ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ നമ്മൾ ആ ഒരു ലൈറ്റിന്റെ ജോമെട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് അതിന്റെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേച്ചർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒപ്റ്റിക്സ് അത്രയും പഠിക്കുന്നത്. അതേസമയം ഫിസിക്കൽ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ മാറിയിട്ട് ലൈറ്റിന് ഒരു വേവ് നേച്ചർ ഉണ്ടെന്ന രീതിക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വേവ് ഒപ്റ്റിക്സ് എന്നും പറയുന്നത്. ആ ഫിനോമിന, ലൈറ്റിന്റെ വേവ് നേച്ചർ വെച്ചിട്ടുള്ള അതിന് കുറച്ച് ഫിനോമിനാസ് ഉണ്ടാകാറുണ്ട്, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, ഇതൊന്നും അല്ല. പക്ഷെ നമ്മൾ ആ ഡിവിഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന 3ാമത്തെ ഡിവിഷൻ ആണ് നമ്മുടെ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ക്വാണ്ടം ഒപ്റ്റിക്സിനകത്താണ് നമ്മുടെ ലേസേഴ്സും നോൺ ലീനിയർ എഫക്ട്സ്. നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത് ലേസറും അതിന്റെ ആപ്ലിക്കേഷനും. അപ്പൊ ലേസർ എവിടെ ഒപ്റ്റിക്സിനകത്ത് വരുന്നത്? ക്വാണ്ടം ഒപ്റ്റിക്സിനകത്താണ് വരുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ 3 ഒപ്റ്റിക്സ് എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. Geometrical optics or ray optics assume that light travels in straight lines. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻസിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള അസംഷനിലാണ് ഈ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അതിന്റെ എല്ലാ തിയറീസും എല്ലാ ഫിനോമിനാസും ലൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇതൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഈ ജോമെട്രിക്കൽ ഒപ്റ്റിക്സിലാണ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ നേച്ചറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അത്രേ ഉള്ളൂ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, ജോമെട്രിയിലാണല്ലോ നമ്മൾ എപ്പോഴും ഈ ഷേപ്പും കാര്യങ്ങളൊക്കെ കൂടുതലും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പൊ ലൈറ്റ് ഒരു ലൈൻ ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ജോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ സ്ട്രെയിറ്റ് ലൈൻ നേച്ചറാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ല ഒരു റേ എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ റേ ഒപ്റ്റിക്സ്, ആ പേര് നിങ്ങൾക്ക് തിരിഞ്ഞു പോയത്. ഫിസിക്കൽ ഒപ്റ്റിക്സ് ആണ് വേവ് ഒപ്റ്റിക്സ്. അപ്പൊ ജോമെട്രിക്കൽ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലും മറ്റേ വേവ് ഒപ്റ്റിക്സ് ആണെന്നുള്ളത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫിസിക്കൽ ഒപ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ വേവ് നേച്ചർ, ലൈറ്റിന്റെ വേവ് നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ക്വാണ്ടം ഒപ്റ്റിക്സ് ആണ് നമ്മുടെ ഫോക്കസ് വരുന്നത്, ലേസർ ഒക്കെ വരുന്നത്. ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്? നമ്മൾ ലൈറ്റിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ലൈറ്റിനകത്ത് കുറെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലൈറ്റിനെ നമുക്ക് കുറെ ബണ്ടിൽസ് ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം, കോൾഡ് ഫോട്ടോൺസ്. ഫോട്ടോൺസ് എന്ന പേരുള്ള ബണ്ടിൽസ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോ ലൈറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അത് അടങ്ങിയിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ഒപ്റ്റിക്സിന്റെ രീതിയിൽ നോക്കുമ്പോൾ അതിൽ ഫോട്ടോൺസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺസ്. നിങ്ങൾ വാക്ക് തെറ്റിപ്പോയത് ഫോട്ടോൺസ് എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം കെമിസ്ട്രിയിലൊക്കെ പ്രോട്ടോൺസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഫോണോൺസ് എന്നൊരു വാക്കുണ്ട്. ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ തരാം. അപ്പൊ ഫോട്ടോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഫോട്ടോൺസ് ആണ്. അപ്പൊ അതിനകത്ത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സോഴ്സ്, ലൈറ്റ് എനർജി ആണല്ലേ. അപ്പൊ ആ എനർജി അതിനകത്ത് ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ബണ്ടിലിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർക്കേണ്ട, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡ് ഉണ്ട്. നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ, പോളി എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് എന്നിട്ട് ആ കെമിസ്ട്രി സൈഡിലോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഈ ഫിസിക്സിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറെ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങളുണ്ട്, ലോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒപ്റ്റിക്സിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കത് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്വാണ്ടം ഒപ്റ്റിക്സ് എന്തിനെയൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നുള്ള. ലൈറ്റിന്റെ ഈ ഫോട്ടോൺസ് അടങ്ങിയിട്ടുള്ള ഒരു
സ്വഭാവവും പിന്നെ ഈ ക്വാണ്ടം മെക്കാനിക്സിലെ കുറെ ലോസ് ഉണ്ട്, അതും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ തന്നെ നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മുടെ അപ്ലൈഡ് ഒപ്റ്റിക്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ മേജർ ടോപ്പിക് ആയ ലേസർ ആണ്. ലേസർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ലേസറിന്റെ എക്സ്പാൻഷൻ വെച്ചിട്ടാണ്. ലേസറിന്റെ അക്രോണിം എന്തെന്നാണ് നമുക്ക് ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഈ പേര് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതെ തന്നെ പഠിക്കുക. ചിലപ്പോൾ ഇത് MCQ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ലേസറിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നമ്മൾ ഇനിയിൽ കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഈ ലേസർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഈ ഇതിന്റെ പേരിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. നമുക്കിപ്പോ ആംപ്ലിഫിക്കേഷൻ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന് കൂട്ടുക, അതിന്റെ അളവിനെ കൂട്ടുക എന്നുള്ളതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന വാക്കിന്റെ മീനിങ്. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വലുതായി കേൾക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത് സൗണ്ടിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂട്ടുന്നില്ല, ആ ഒരു സൗണ്ടിന്റെ ആ ഒരു വോള്യൂം ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ പറയാം. അപ്പൊ സെയിം സംഭവമാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ഇൻസിഡന്റ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് ലൈറ്റ് ഉണ്ടാവും, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുകയാണ് ഈ ലേസറിൽ മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിന എന്ന് പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് നടക്കുന്നത്, ഈ ലൈറ്റിനെ എങ്ങനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ എമിഷൻ ഓഫ് റേഡിയേഷൻ, റേഡിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്താണ് റേഡിയേഷൻ? ഒരു എനർജിയുടെ ഫോം ആണ് അല്ലെ, ഒരു ഫോം ഓഫ് എനർജി ദാറ്റ് മാറ്റർ എമിറ്റ്സ് ആസ് വേവ്സ് ഓർ പാർട്ടിക്കിൾസ്. ഈ ഒരു മീനിങ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ മുന്നേ ഈ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ക്വാണ്ടം ഒപ്റ്റിക്സിൽ വന്നപ്പോഴത്തേക്കും ലൈറ്റില് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ റേഡിയേഷനും മാറ്ററിനും ഡുവൽ നേച്ചറിനും, അതായത് പാർട്ടിക്കിൾ ആയിട്ടും അതിന് എക്സിസ്റ്റ് ചെയ്യാം, ഈ വേവ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളും ഇതിന്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഇതും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ലേസറിന്റെ പ്രിൻസിപ്പിളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ റേഡിയേഷൻ, നിങ്ങൾ എപ്പോൾ റേഡിയേഷൻ കണ്ടാലും റേഡിയേഷന്റെ ഡുവൽ നേച്ചർ ആലോചിക്കുക. ലേസറിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ, റേഡിയേഷൻ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അതൊരു ഫോം ഓഫ് എനർജിയാണ്. അത് എങ്ങനെയൊക്കെയാണ്? അതൊരു മാറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ആറ്റംസും മോളിക്യൂൾസും അടങ്ങിയിട്ടുള്ള ഏതൊരു വസ്തുവിനെ നമ്മൾ മാറ്റർ എന്ന് പറയും. അപ്പോൾ മാറ്റർ എന്ത് ചെയ്യുന്നു? ഒരു എനർജി റിലീസ് ചെയ്യുന്നു. ഒന്നുകിൽ അത് വേവിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ്. അപ്പൊ വേവ് ആയിട്ടാണോ പാർട്ടിക്കിൾ ആയിട്ടാണോ എമിറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മാറ്റർ ഇങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ ലേസർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ആംപ്ലിഫൈ ആയിട്ട് കിട്ടും. ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ആ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിമുലൈ കൊടുക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റേഡിയേഷൻ, ഈ മാറ്ററിൽ നിന്ന് നമ്മൾ വേവ്സോ പാർട്ടിക്കിൾസിനെയോ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ഇപ്പോഴത്തെ ആ ഒരു ആക്രോണിമിന്റെ, ഈ ഒരു ഫുൾ ഫോമിന്റെ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ലേസറിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ഹോൾ പ്രോസസ്സും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള പേരാണ് ആ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ, ഈ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, റേഡിയേഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. കൺഫ്യൂസ്ഡ് ആകരുത്, കാരണം ഇതിനെ കുഴപ്പിക്കാനുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് പല രീതിയിൽ നിങ്ങൾക്ക് തരും. സോ കറക്റ്റ് ആയിട്ട് ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, ഇത് പ്രൊപ്പോസ് ചെയ്തത്, ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. അപ്പൊ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രൊപ്പോസ് ചെയ്തത് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് കടക്കേണ്ടത് ഫസ്റ്റ് ലേസറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോ ലേസറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഓപ്ഷൻസ് തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അപ്പൊ അത് വരാതിരിക്കാനാണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ ലേസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം.
എന്നിട്ട് അതിൽ ഹൈ ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തരാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം ഹൈ ആണ്. നമ്മുടെ പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇവിടെ ലേസറിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി അത് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹൈ മോണോക്രോമാസിറ്റി. അപ്പൊ മോണോക്രോം എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ കളർ, ഒരു നിറം. മോണോ എന്ന് പറയുമ്പോൾ സിംഗിൾ എന്ന മീനിങ്. അപ്പോൾ മോണോക്രോമാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ കളർ എന്നൊരു മീനിങ് ആണ്. അപ്പൊ ഹൈ ക്രൊമാസിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദ പ്രോപ്പർട്ടി ഓഫ് എക്സിബിറ്റിംഗ് എ സിംഗിൾ വേവ് ലെങ്ത് ബൈ ലൈറ്റ്. നമുക്കറിയാം ലേസർ ലൈറ്റ് തന്നെയാണ് അല്ലെ, പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും പല വേവ് ലെങ്ത്തിൽ അടങ്ങിയിട്ടുള്ള റേസ് ഉണ്ട്, പല വേവ് ലെങ്ത്തുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ലൈറ്റിനെ ഇപ്പം പ്രിസത്തിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്നോട് ഒരു ഇമേജ് കാണിച്ചു തരാം. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. ലൈറ്റിനെ പ്രിസത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് വേവ് ലെങ്ത് ആയിട്ടുള്ള റേഡിയേഷൻസ് ആ ലൈറ്റ് എല്ലാം സ്പ്ലിറ്റ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ റെയിൻബോ കളർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഇത് മൾട്ടി കളേർഡ് ആണ്. ഈ നമ്മുടെ വൈറ്റ് ലൈറ്റിന് എന്ന് പറയുന്നത് ഒത്തിരി കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലേസറിന്റെ കേസ് വരുമ്പോൾ എന്താണ്? അങ്ങനെയല്ല. ഇതിനെന്താണ്? ഒറ്റ ലൈറ്റേ ഉള്ളൂ, ഒറ്റ വേവ് ലെങ്ത് ഉണ്ടാവുള്ളൂ. സോ ദ പ്രോപ്പർട്ടി ഓഫ് എക്സിബിറ്റിംഗ് എ സിംഗിൾ വേവ് ലെങ്ത് ബൈ ലൈറ്റ്. അപ്പൊ ലൈറ്റിന്റെ ഒറ്റ വേവ് ലെങ്ത് മാത്രമായിരിക്കും നമ്മുടെ ലേസറിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് മോണോക്രോമാസിറ്റി ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഹൈ മോണോക്രോമാസിറ്റി എന്ന് പറയുമ്പോൾ വേറെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഹൈലി ഒറ്റ വേവ് ലെങ്ത്, മാക്സിമം ഒറ്റ വേവ് ലെങ്ത് മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? ലേസറിൽ ഉണ്ടാകത്തുള്ളൂ. When it is sent through a prism, a single line will appear in the spectrum. ഇപ്പൊ കാണിച്ച ഇമേജിൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ 7 നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുന്നതാണ്. പക്ഷെ നമ്മൾ ലേസറിനെ പ്രിസത്തിൽ കൂടെ കടത്തി വിട്ടാൽ ഒറ്റ ലൈൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം അതിൽ ഒറ്റ വേവ് ലെങ്ത് ഉണ്ടാകത്തുള്ളൂ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് പോയിന്റ്, ഹൈ ഡയറക്ഷനാലിറ്റി. ഹൈ ഡയറക്ഷനാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഡൈവേർജൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷനാലിറ്റി ഓർ ഡൈവേർജൻസ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, പക്ഷെ അധികം സ്പ്രെഡ് ആയി പോകത്തില്ല. നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഇവിടെ ഈ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മളൊരു സാധാ ടോർച്ച് ലൈറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ സാധാ ഒരു ടോർച്ച് ലൈറ്റ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു വലിയൊരു ഏരിയയിൽ ആ ലൈറ്റ് ചെന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ? പക്ഷെ ലേസറിന്റെ കേസ് ആണെങ്കിലോ അത് നേരെ തിരിച്ചാണ്. ഇപ്പൊ ഡയറക്ഷനാലിറ്റി ഹൈ ആണ് ഇവിടെ. ഡയറക്ഷനാലിറ്റി ഹൈ എന്ന് പറയുമ്പോൾ അത് അധികം ഏരിയയിലോട്ട് സ്പ്രെഡ് ആയി പോകില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആംഗുലർ സ്പ്രെഡ് എന്ന് പറയുന്നത് കുറവാണ്. ആംഗുലർ സ്പ്രെഡ് ഈസ് ലെസ്. അതുകൊണ്ട് കുറച്ച് ഏരിയയെ അത് കവർ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഈ ഗണ്ണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു ലേസർ ചെന്നിട്ട് ആ ടാർഗറ്റിന്റെ അവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നത് കാണും. അത് ലേസറാണ്. ആ ലേസർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു റീജിയനിൽ മാത്രം ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഒരു റെഡ് കളറിൽ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒറ്റ പോയിന്റിൽ കാണിക്കുന്നതാണ്. അത് വേറെ ഏരിയയിൽ ഒന്നും കാണത്തില്ല. ആ ഒരു പോയിന്റിൽ മാത്രം എന്ത് ചെയ്യും? ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ലൈറ്റിന്റെ, ആ ലേസറിന്റെ ഡയറക്ഷനാലിറ്റി പ്രോപ്പർട്ടി കാരണമാണ് അങ്ങനെ വരുന്നത്. സോ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഹൈ ഡയറക്ഷനാലിറ്റി ആണ്, സ്പ്രെഡ് ചെയ്യുന്നത് പോകുന്നത് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഏരിയ അത് ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ. സോ കുറച്ച് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ഡയറക്ഷനാലിറ്റി കൂടുതൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ അധികം അത് ഡൈവേർജ് പോകുന്നില്ല. ഡയറക്ഷനാലിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ ഏരിയ അത് ഒക്കുപ്പൈ ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷനാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പോയിന്റോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും പോയിന്റോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. മനസ്സിലായി. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഹൈ ഇന്റൻസിറ്റി ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ ഈ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ ഈ ഒരു പോയിന്റിലേക്കായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഈ ഹോൾ ലേസറിന്റെ ആ ഒരു റേഡിയേഷൻ, ആ ലൈറ്റ് എല്ലാം വന്ന് വീഴുന്ന ഒരു പോയിന്റിലായിരിക്കും അല്ലെ? ഒരു ചെറിയ ഏരിയയിലായിരിക്കും എല്ലാ ലൈറ്റും വന്ന് വീഴുന്നത്. അപ്പൊ അവിടുത്തെ ആ ഒരു ചെറിയ റീജിയനിൽ ഇന്റൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹൈ ഇന്റൻസിറ്റി എന്നും പറയാം. ഡ്യൂ ടു ഇറ്റ്സ് ഡയറക്ഷനാലിറ്റി മെനി ബീംസ് ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഇൻ എ സ്മോൾ ഏരിയ. അപ്പം ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ഏരിയയിൽ എത്ര റേഡിയേഷൻ നമുക്ക് ഉണ്ടെന്നുള്ളതിനാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് റേഡിയേഷൻ അല്ലെങ്കിൽ ഈ വേവ്സ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ ഇപ്പൊ ടോർച്ചിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് കുറെ ദൂരം ഇങ്ങനെ പടർന്നു നടക്കും. അപ്പൊ കൂടുതൽ ഏരിയയിൽ അത് സ്പ്രെഡ് ആയി പോവാണ്. അപ്പൊ ഒരു ചെറിയ യൂണിറ്റ് ഏരിയ എടുത്താൽ അവിടെ ലൈറ്റ് ബീമിന്റെ എണ്ണം കുറവായിരിക്കും. പക്ഷെ അതേസമയം ലേസറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ലൈറ്റും കൂടെ വന്ന് ഒരു പോയിന്റിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ തന്നെ ഒത്തിരി ലൈറ്റ് ബീമുകൾ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഇന്റൻസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ചെറിയ ഏരിയയിൽ കൂടുതൽ ബീംസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ ഇന്റൻസിറ്റി ഹൈ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇന്റൻസിറ്റിയുടെ കേസ്. ഇനി ഫോർത്ത് പോയിന്റ് പറയുമ്പം ഹൈ കൊഹിറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈ കൊഹിറൻസ്, ഇവിടെ കൊഹിറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയി സെന്റൻസ് വായിക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എക്സിബിറ്റിംഗ് സീറോ ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ വേവ്സ് ഈസ് കോൾഡ് കൊഹിറൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൊഹിറൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇതൊക്കെ എന്താണെന്ന് അറിയായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞൊരു റീക്യാപ്പ് പോലെ തരാം. ഫേസ് ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഫേസ് ഡിഫറൻസ് ആക്ച്വലി പഠിക്കണമെങ്കിൽ ഫേസ് എന്താണെന്ന് നമ്മൾ അറിയണം, ഒരു വേവിന്റെ ഫേസ് എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു സൈൻ വേവ് ആണ്. അപ്പൊ സൈൻ വേവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ട്രിഗണോമെട്രിയിൽ, നമ്മുടെ മാത്തമാറ്റിക് ട്രിഗണോമെട്രിയിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. ആ ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ ഗ്രാഫിക്കലി വേവ് ആയിട്ട് റിപ്രസെന്റ് ചെയ്ത്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട് ഇതിന്. അപ്പൊ അതില് നമ്മുടെ സൈൻ ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, സൈൻ ഫംഗ്ഷൻ. അപ്പൊ ഈ സൈൻ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ സാധാരണ ഈ ഒരു സൈൻ വേവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട് സിനുസോയിഡൽ വേവ് എന്നോ അല്ലെങ്കിൽ സിനുസോയിഡ് എന്ന് മാത്രവും നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് സിനുസോയിഡ് അല്ലെങ്കിൽ സിനുസോയിഡൽ വേവ്. ഇത് നല്ലൊരു പീരിയോഡിക് വേവ് ആണ്. ഈ പീരിയോഡിക് വേവ് എന്ന് പറയുമ്പോൾ വിത്ത് ടൈം ഇത് ഒരേ പാറ്റേൺ ആയിരിക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈം കൂടുന്ന അനുസരിച്ച് ഈ പാറ്റേണിന് മാറ്റം വരുന്നില്ല. അപ്പൊ സെയിം പാറ്റേൺ ത്രൂ ഔട്ട് ദ ടൈം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, പീരിയോഡിക് വേവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഈ സൈഡിൽ ഞാൻ കുറെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇത് പാറ്റേൺസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എളുപ്പം നമുക്ക് പഠിക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് സൈനും കോസും ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൈനിന്റെ എക്സാമ്പിൾ തന്നെ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിപ്പോ നിങ്ങളുടെ ഒരു വേവ് ആണ്. ഇപ്പൊ ഒരു വേവ് എടുത്തു. അപ്പോൾ ഈ ഫേസ്, ഫസ്റ്റ് ഞാൻ ഫേസ് എന്തെന്ന് പറയാം, എന്നിട്ട് ഫേസ് ഡിഫറൻസ് പറയാം. അപ്പൊ ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഈ ഒരു വേവിലെ ഏതൊരു പോയിന്റ്, ഒരു മൊമെന്റ് ഓഫ് ടൈം, ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ആ വേവ് എവിടെയാണ്, അതിന്റെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പൊസിഷൻ ആണ് മെയിൻ ആയിട്ട് ഫേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ ടൈമിൽ നമ്മുടെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു വേവ് ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അടുത്ത ടൈം എത്തുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ പൊസിഷൻ, അതിന്റെ ഒരു ഇൻസ്റ്റന്റിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ഇൻ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സൈക്കിൾ എന്താണെന്നൊരു ഡൗട്ട്. ഒരു സൈക്കിൾ വേറൊന്നുമല്ല, ഇപ്പൊ ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു സൈക്കിൾ, ഇതൊരു ക്രസ്റ്റ് ആണ്. അപ്പർ സൈഡ് ഈ മുകളിൽ വന്നിട്ടുള്ള ഒരു കർവ് എന്ന് പറയുന്നത് ക്രസ്റ്റും, താഴത്തെ ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ ട്രഫുമാണ്. അപ്പൊ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൈക്കിൾ നമ്മൾ എടുക്കുമ്പോൾ ഏതൊരു പോയിന്റ്, ഒരു മൊമെന്റിൽ ആ വേവ് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ എവിടെയാണെന്നുള്ളത് കാണിക്കുന്നതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഫേസ് എന്ന് പറയുമ്പോൾ ഏതൊരു മൊമെന്റ് എടുത്താൽ മതി, നമ്മൾ ആ ഒരു വേവിന്റെ ഒരു മൊമെന്റ്, ആ വേവ് എവിടെയാണ് ആ മൊമെന്റിൽ എന്നുള്ളതാണ് ഫേസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഈ ഡിഗ്രി ടു റേഡിയൻസ് കൺവേർഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് പിന്നീട് അതിൽ ന്യൂസ് വരും. ഇപ്പൊ നമുക്കൊരു വാല്യൂ എക്സ് എന്ന വാല്യൂ ഡിഗ്രീസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻറ്റു π/180 ചെയ്യുമ്പോൾ നമുക്ക് റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിഗ്രിയിൽ തന്നിരിക്കുന്നതിന് റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് മൾട്ടിപ്ലൈഡ് ബൈ π/180 അത്രയും ചെയ്താൽ മതി. ഓക്കെ, സോ ഫേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു വേവിന്റെ ഒരു മൊമെന്റിലുള്ള ഒരു സ്ഥിതി, അതിന്റെ ലൊക്കേഷൻ. ഓക്കെ, അത്രേ വരുന്നുള്ളൂ. ഇനി ഫേസ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ രണ്ട് വേവ്സ് എടുക്കുവാണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു വേവേ കാണിച്ചിട്ടുള്ളൂ. ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഇമേജിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ട് വേവ് കാണാം. ഇപ്പൊ ഈ ഒരു കേസിലില്ല, ഇവിടെ രണ്ട് വേവ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് വേവ്സ് തമ്മിലുള്ള ഒരു ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് സ്പേസ്, ഞാനിപ്പോ ടൈം വെച്ച് പറയാം. ഇപ്പൊ ഒരു പോയിന്റ് ഓഫ് ടൈം ഞാൻ ഈ ടൈം എടുത്തു. ഈ ടൈം എടുക്കുമ്പോൾ നമ്മുടെ ഈ റെഡ് കളർ വേവ് എവിടെ എത്തിയിട്ടുണ്ട്, ഈ പോയിന്റിൽ. ബ്ലൂ കളർ വേവോ അതിന്റെ കുറച്ചുകൂടെ മാറിയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ ടൈം എടുക്കുമ്പോൾ ലൈക്ക് ഇവര് തമ്മിൽ ഇവരെവിടെയാണ് നിൽക്കുന്നത്, രണ്ടുപേരും ഒരേ പൊസിഷനിലായിരിക്കണമെന്നില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ലൈൻ ഇവിടെ
എവിടെ ഒറിജിനിൽ നിൽപ്പുണ്ട്, പക്ഷെ റെഡ് ലൈൻ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവർ തമ്മിലൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. സിംപ്ലി പറഞ്ഞ രണ്ട് വേവ് നിൽക്കുന്ന പോയിന്റിന്റെ ഇടയിലുള്ള ഒരു ഡിഫറൻസ്, അതാണ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ജസ്റ്റ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ രണ്ട് വേവ് എന്നുള്ളത് നിങ്ങൾ സാധാരണ ഇപ്പൊ ഒരു അത്ലറ്റ്, ഒരു സ്പോർട്സിന്റെ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുകയാണ്, ഓട്ട മത്സരം നടക്കുകയാണ്. അപ്പൊ രണ്ടുപേരുണ്ട്, രണ്ടുപേര് എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ ഇപ്പം ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്തവർ ഓടുവാണ്. അപ്പൊ ഓടുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, ചിലപ്പോൾ ഒരാൾ ഫ്രണ്ടിലോട്ട് പോകും, ചിലപ്പോൾ ഒരാൾ ബാക്കിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ പോകും. അപ്പൊ ഇവര് തമ്മിലുള്ള പൊസിഷന്റെ ഇടയിലുള്ള ഒരു ഡിഫറൻസ്, അതാണ് ഇവരുടെ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. അപ്പൊ അങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഫേസ് ഡിഫറൻസ് വരുന്ന കണ്ടീഷൻസ്, ഇപ്പൊ ഇവിടെ കണ്ടോ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റെഡ് ലൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം ഈ നമ്മൾ ബാക്കി കണ്ട ഈ ബ്ലൂ ലൈൻ എന്താണ്, ഇതിന്റെ അടിയിലുണ്ട്. അത് രണ്ടും ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടും ഒരുപോലെ പോവാണ്. ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലും ഒരേ പൊസിഷനാണ് രണ്ട് വേവ് എടുക്കുന്നെങ്കിൽ അവരുടെ ഇടയിൽ എന്തില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല. അവരുടെ ഫേസ് ഡിഫറൻസ് എന്താണ്, 0 ആണ്. അതായത് പീക്ക്, ഇപ്പോ ഈ പീക്ക് വരുന്ന പോയിന്റും രണ്ടുപേർക്കും ഒരേ സമയമാണ്. ഈ ഡിപ്രഷൻ വരുന്ന പോയിന്റും അല്ലെങ്കിൽ വാലി എന്നും പറയുന്നതിന്, വാലി വരുന്ന പോയിന്റും സെയിം ആണ്. ഇവര് 0-യിൽ എത്തുന്ന പോയിന്റും സെയിം ആണ്. അങ്ങനെ എല്ലാ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് വേവ്സും ഒരുപോലെ പാസ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഇടയിൽ ഫേസ് ഡിഫറൻസ് 0 ആണ്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. അതായത് അവർ ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പം അത്ലറ്റിന്റെ കേസ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ ഓടിക്കൊണ്ട് എത്തുവാണ്. അപ്പൊ ഒരുമിച്ച് തന്നെ അവർ ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. അപ്പൊ അവർ ഇൻ ഫേസ് എന്ന് വേണമെങ്കിലും പറയും. ഇവരുടെ ഫേസ് ഡിഫറൻസ് 0 എന്നും പറയും, അല്ലെങ്കിൽ അവര് ഇൻ ഫേസ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളൊരു ഫേസ് ഡിഫറൻസിന്റെ കാര്യം. ഇനി നമുക്ക് കൊഹിറൻസിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് പോവാം. ഓക്കെ, ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൊഹിറൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടിൽ കൂടുതലോ വേവ്സ് എന്തായാലും കാണും. നമ്മളിപ്പോ ലേസർ ഉണ്ടാക്കുമ്പോൾ കുറെ ലൈറ്റ് ബീംസ് ഇങ്ങനെ വരില്ല, കുറെ വേവ്സ് പോകുന്നുണ്ടാവും. അപ്പൊ ഈ രണ്ട് വേവ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ഈ ഫേസ് ഡിഫറൻസ് ഒന്നുകിൽ 0 ആകാം, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റും ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോൺസ്റ്റന്റും ആകാം. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപോലെ, ഇപ്പം 45 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസ് ആണ് ഒന്നാമത്തെ മിനിറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ മിനിറ്റിലും 45 ഡിഗ്രി ഫേസ് ഡിഫറൻസ് തന്നെയായിരിക്കും. ഇനി മൂന്നാമത്തെ മിനിറ്റിലും 45 ഡിഗ്രി, ഏതൊരു മൊമെന്റിൽ എടുത്താലും സെയിം ഫേസ് ഡിഫറൻസ് തന്നെയായിരിക്കും. അതായിരിക്കും കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ചിലപ്പോ ഈ ഫേസ് ഡിഫറൻസ് തന്നെ മാറി പല വാല്യൂസും വരാം. പക്ഷെ ഇത് 0യോ കോൺസ്റ്റന്റോ ആകുന്ന ഒരു സമയത്താണ് നമ്മൾ ആ വേവ്സ് ഹൈലി കൊഹറന്റ് എന്ന് പറയുന്നത്. എന്താണ് ഹൈലി കൊഹറന്റ്? അപ്പൊ ഇത് പോയിട്ടുള്ള ബാക്കി കേസസ് വേറെ നമ്പേഴ്സ് വരാം. 0യും കോൺസ്റ്റന്റും അല്ലാത്ത വേറെ മാറി മാറി വേരിയിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ഉള്ള കേസസ് വരാം. അതിനെ നമ്മൾ ഇൻകോഹിറന്റ് എന്ന് പറയും. ഇൻകോഹിറന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈലി കൊഹറന്റ്. അപ്പൊ ഇവരുടെ ലേസറിന്റെ കാര്യം ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, വേവ്സിന്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പറയും, ഇതിനകത്ത് ആക്ച്വലി രണ്ടൊരു സ്പ്ലിറ്റിംഗ് ഉണ്ട്. അത് രണ്ട് ടൈപ്പ് പോലെ പറഞ്ഞിട്ടുണ്ട്, സ്പേഷ്യൽ കൊഹറൻസും ടെമ്പറൽ കൊഹറൻസും. ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ ഒരു മിനിറ്റിൽ 45 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ്, രണ്ടാമത്തെ മിനിറ്റിൽ 45 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ്, അങ്ങനെ ഞാൻ വിത്ത് ടൈം വെച്ച് പറഞ്ഞു, വിത്ത് റെസ്പെക്ട് ടു ടൈം ഞാൻ പറഞ്ഞു. അതിന് നമ്മൾ ടെമ്പറൽ കൊഹറൻസ് എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെ ഓർത്തായി, ടെമ്പറൽ എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുമ്പോൾ ടൈം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ ടെമ്പറൽ കൊഹറൻസ്. ഇനി ഓൾസോ വിത്ത് റെസ്പെക്ട് ടു അതിന്റെ പൊസിഷൻ, അതായത് വേവ് ഫ്രണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദർ എക്സിസ്റ്റ് 0 ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഈ വേവ്സ് പോകുന്നതിന്റെ ഇടയിൽ ഒരു ഇമാജിനറി ഒരു സർഫസ് പോലെ വരയ്ക്കും, അവരുടെ പൊസിഷൻസ് ഇങ്ങനെ കാണിക്കാനായിട്ട്. അതിന് ജസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇങ്ങനെ കുറെ വേവ്സ് പോകുന്നുണ്ട്, ഞാൻ ഇവിടെ ഒരു പ്ലെയിനിനെ വെച്ചു. ഇപ്പം ഇങ്ങനെ നമുക്ക് 3D ആയിട്ട് വരച്ചു കാണിക്കാൻ ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നടുക്ക് കൊണ്ടുവന്നൊരു എന്താ പറയാ, ഒരു മെറ്റൽ പ്ലേറ്റോ അല്ലോ ഇങ്ങനെ തടഞ്ഞു നിർത്തി. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇവിടെയും പറയുന്നത്. ഇപ്പം വേവ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിനിനെ ഇങ്ങനെ നിർത്തി. അപ്പൊ ഇതാണ് വേവ് ഫ്രണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ പോയിന്റിലും നമുക്ക് മാർക്ക് ചെയ്ത് വേവ്സിന്റെ പൊസിഷൻ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിനുവേണ്ടിയാണ് ഈ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഒരു ഇമാജിനറി സർഫസ് ആണ് നമ്മളെ വേവിന്റെ ഓരോ പോയിന്റ്സും ഫേസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ലൊക്കേഷൻ ആണ്, നമ്മൾ ടൈം അല്ല, അത് എവിടെയാണ് ഇരിക്കുന്നത് അതിന്റെ പൊസിഷനാണ് ഇമ്പോർട്ടൻസ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആണ് നമ്മൾ ഈ ഫേസ് ഡിഫറൻസ് പറയുന്നതെങ്കിൽ അത്
സ്പേഷ്യൽ കൊഹിറൻസ്. അത് സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ സ്പേസ് എന്ന് ഓർത്താൽ മതി. സ്പേസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും സ്പേസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ആണ് അല്ലെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈമും സ്പേസ് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ കൊഹിറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടി ഓഫ് എക്സിബിറ്റിംഗ് സീറോ ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഈ വേവ്സിന്റെ ഇടയിൽ കൊഹിറൻസ് വളരെ ഹൈ ആയിരിക്കും. സീറോ ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലേസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. ഹൈ മോണോക്രോമാസിറ്റി, ഹൈ ഡയറക്ഷനാലിറ്റി, ഹൈ ഇന്റൻസിറ്റി, ഹൈ കൊഹിറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ ഈ ഒരു കൊഹിറൻസോ ഇന്റൻസിറ്റിയോ ഏതെങ്കിലും പോയിന്റിനെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അതോ കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിപ്പോ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ വരുന്നത് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ലേസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ ഒരു ലേസറിന്റെ അക്രോണിം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലെ. അവിടെ ലൈറ്റിന്റെ ഒരു റേഡിയേഷന്റെ കാര്യം പറഞ്ഞു. റേഡിയേഷനും മാറ്ററുമായിട്ടുള്ള ഇന്ററാക്ഷനും ഡുവൽ നേച്ചർ ഞാൻ ജസ്റ്റ് ഒന്നൊരു ബ്രീഫ് ഐഡിയ പോലെ നിങ്ങൾക്ക് പറഞ്ഞു. ആക്ച്വലി ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസിലാണ്, അതായത് ഈ റേഡിയേഷനും മാറ്ററും തമ്മിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഫിനോമിനയാണ് ആക്ച്വലി ലേസറിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന രീതി എന്ന് പറയുന്നത്. അതായത് മാറ്ററും ഉണ്ട്, നമ്മുടെ റേഡിയേഷനും അവിടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് ലേസർ ലൈറ്റ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ. നമ്മൾ കുറച്ച് പ്രത്യേക കണ്ടീഷൻസ്, സെറ്റ് ഓഫ് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ മാറ്ററും റേഡിയേഷനും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ ലേസർ ലൈറ്റ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ഇനി ഏത് പ്രോസസ്സിൽ നിന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി പഠിക്കും. ഇനി ദ ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ ലീഡ്സ് ടു ട്രാൻസിഷൻ ഓഫ് ക്വാണ്ടം സിസ്റ്റം സച്ച് ആസ് ആറ്റം, മോളിക്യൂൾ ഓഫ് മാറ്റർ ഫ്രം വൺ ക്വാണ്ടം എനർജി സ്റ്റേറ്റ് ടു അനദർ ക്വാണ്ടം സ്റ്റേറ്റ്. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറ്ററിൽ എന്ന് പറയുന്നത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ അവർക്ക് പല എനർജി ഉണ്ട് അല്ലെ, പല എനർജി ലെവലുകളിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ്. അതായത് ഈ എനർജി സ്റ്റേറ്റ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഉണ്ടാവും, അതിന് ചുറ്റി കുറെ ഓർബിറ്റ്സ് ഉണ്ടാവും, അതിൽ എന്തുണ്ടാവും, കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. അപ്പോ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇരിക്കുന്ന എവിടെയാണ് നമുക്ക് ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ പോസിബിലിറ്റി ഉള്ളത്, ആ റീജിയനെയാണ് നമ്മൾ എനർജി ഷെൽ എന്നോ എനർജി ലെവൽ എന്നോ എനർജി സ്റ്റേറ്റ് എന്നോ ഒക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ എനർജി സ്റ്റേറ്റുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് സംഭവിക്കും? റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാറ്ററിനകത്തുള്ള ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? എനർജി സ്റ്റേറ്റിൽ മാറ്റം വരും. ചിലപ്പോൾ ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിൽ പോകാൻ, അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു ഇന്ററാക്ഷൻ ഉണ്ട് റേഡിയേഷനും മാറ്ററുമായിട്ടുള്ളത്. അപ്പോൾ സംഭവിക്കുന്നത് ഈ എനർജി സ്റ്റേറ്റ്സിൽ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം സംഭവിക്കും. ഓക്കെ, a material medium is composed of identical atoms or molecules, each characterized by a set of discrete allowed energy levels. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, മാറ്ററിന്റെ കേസാണ്. അപ്പൊ മാറ്റർ എന്താന്ന് പറഞ്ഞു? റേഡിയേഷനും മാറ്ററും ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. An atom can move from one energy state to another when it receives or releases an amount of energy equal to energy difference between those two states, termed as a quantum jump or transition. നമ്മൾ ഇലക്ട്രോണിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ആറ്റത്തിന് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് ഒരു ആറ്റത്തിന് ആസ് എ ഹോൾ ഒരു എനർജി ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യും? ഇതുപോലെ പുറത്തുനിന്ന് ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അതൊരു ഹയർ എനർജി സ്റ്റേറ്റിലോട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു ആറ്റത്തിന്റെ E1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിൽ ഇരിക്കുവാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ഒരു എനർജി ഇതിന് കിട്ടിക്കഴിയുമ്പോൾ ഇതും കൂടെ അബ്സോർബ് ആയി കഴിയുമ്പോൾ ഇത് എക്സൈറ്റ് ആവും. കാരണം അതിൽ ആവശ്യത്തിലേറെ എനർജി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഉടനെ ജമ്പ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ ജമ്പ് ചെയ്ത് പോകുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് തന്നെ ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്നത്? ഓർ ട്രാൻസിഷൻ എന്ന് നമ്മൾ ഇതിന് പറയും. ഈ ഒരു പ്രോസസ്സാണ് ആക്ച്വലി നമ്മുടെ ലേസർ ഉണ്ടാക്കുന്നതിൽ, ലൈറ്റ് ഇവിടെ ഈ ലേസർ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള മെയിൻ പ്രിൻസിപ്പിൾ ഇതാണ്. അതായത് ഈ എക്സൈറ്റ് ആയിട്ട് ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റം പോവുകയാണ്. ആ ഒരു പ്രോസസ്സിലാണ് നമ്മളെ ഹോൾ ലേസർ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം മേളിലോട്ട് എക്സൈറ്റ് പോകണമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇത് ഇപ്പൊ ഇവിടെ എത്തി, ഹയർ എനർജി സ്റ്റേറ്റിൽ എത്തി. അപ്പോൾ അതിന്റെ കുറെ എനർജി ഇത് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, ഇക്വിലിബ്രിയം അല്ല. അപ്പൊ ഇക്വിലിബ്രിയം അല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും? അതിനെപ്പോഴും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അപ്പൊ എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് അതിന്റെ അഡീഷണൽ എനർജി കളഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്യും?
ഇവിടെ തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ എനർജി എടുക്കാം, ചിലപ്പോൾ എനർജി പുറത്തേക്ക് കളയാം. അപ്പൊ ഈ രണ്ട് കേസും പോസിബിൾ ആണ്. അപ്പൊ എനർജി റിലീസും ചെയ്യാം, ചിലപ്പോൾ അത് അബ്സോർബും ചെയ്യാം. ഏതായാലും രണ്ട് കേസിലും നമ്മൾ പറയുന്നത് ഒരു ക്വാണ്ടം ജമ്പ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി എനർജി അബ്സോർബ് എടുത്തിട്ടാണ് അത് പോകുന്നത്, ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ അത് അബ്സോർപ്ഷൻ എന്നും, അതിപ്പം എനർജി റിലീസ് ചെയ്യുവാണെങ്കിൽ അത് എമിഷൻ എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 2 എനർജി ലെവൽ സിസ്റ്റം വിത്ത് എനർജീസ് E1 E2 ഓഫ് എൻ ആറ്റം. ഇപ്പൊ ഞാൻ ഈ വരച്ച ഒരു സിസ്റ്റം തന്നെയാണ്. ഒരു ആറ്റം ഉണ്ട്, E1 E2 എന്ന് പറഞ്ഞിട്ട് 2 എനർജി സ്റ്റേറ്റ് ഉണ്ട്. E1 ലോവർ എനർജി സ്റ്റേറ്റ്, E2 ഹയർ എനർജി സ്റ്റേറ്റ് ആണ്. അപ്പോ the energy levels E1 and E2 are identical for all atoms in the medium. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഒരു മീഡിയം എടുത്തു. ഇപ്പം ഈ ആറ്റം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കില്ല. ആ മെറ്റീരിയലിന്റെ ആറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേറ്റിൽ ട്രാൻസിഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൽ കുറെ ആറ്റംസ് ആണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള. ഇപ്പം ഒരു മെറ്റൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആ മെറ്റലിൽ എന്തുണ്ട്, ആ മെറ്റലിന്റെ ആറ്റംസ് ഒത്തിരി ഉണ്ട്. എല്ലാ ആറ്റംസും എന്ത് ചെയ്യും, ഈ സിമിലർ എനർജി ലെവൽസ് ആണെന്ന് നമ്മളൊരു അസംഷൻ എടുക്കും. അസംഷൻ അല്ല, ആക്ച്വലി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരേ എലമെന്റ് ആണെങ്കിൽ ആറ്റംസ് എല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എനർജി ലെവൽസ് ഐഡന്റിക്കൽ ആണെന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 2 എനർജി സ്റ്റേറ്റ് ഉണ്ട്, അത് എല്ലാ ആറ്റംസിനും ഐഡന്റിക്കൽ ആണ്. ഇനി ദ റേഡിയേഷൻ മേ ബി വ്യൂഡ് ആസ് The radiation may be viewed as a stream of photons of energy E2 minus E1. ഇപ്പൊ ഈ പറഞ്ഞ പോലെ E2 E1 ഈ രണ്ടിന്റെ ഇടയിൽ മേളിൽ നിന്ന് താഴോട്ട് പോകാനാണെങ്കിലും താഴെ നിന്ന് മേളിലോട്ട് പോകാനാണെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഇവർ തമ്മിൽ. അതിന് നമ്മൾ ഹയർ എനർജി സ്റ്റേറ്റ് മൈനസ് ലോവർ എനർജി സ്റ്റേറ്റ് E2 മൈനസ് E1 എന്ന് കൊടുക്കും. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള റേഡിയേഷന്റെ എനർജി എന്ന് പറഞ്ഞാൽ Hν. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ Hν എന്ന് പറഞ്ഞ എനർജിയുടെ ഇക്വേഷൻ ആണ് E is equal to Hν. ഇതിൽ H എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ ആർക്കെങ്കിലും അറിയോ, ഓർമ്മയുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചാണ്. 3 പോയിന്റ് അല്ല 6 പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 10 raised to 34 ആണ്. നമ്മൾ എപ്പോഴും മിസ്സാക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്. നമ്മൾ നമ്പർ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കും, യൂണിറ്റും പവറും മറന്നു. അപ്പൊ ഇത് ചിലപ്പോ പല എക്സാംസിന് ആക്ച്വലി ഇത് ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റന്റ് വാല്യൂ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ വരുന്നത് 6.626 ആണ് ഇൻറ്റു 10 raised to minus 34. യൂണിറ്റ് നിങ്ങൾക്ക് 2 രീതിയിൽ എഴുതാം. ജൂൾ സെക്കൻഡ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓർ നിങ്ങൾക്ക് ജൂൾ പെർ ഹെർട്സ് എന്ന് എഴുതാൻ പറ്റും കേട്ടോ. ജൂൾ പെർ ഹെർട്സ്. അപ്പൊ ഈ വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ E is equal to Hν യില് H എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ന്യൂ എന്ന് പറയുന്നത് ആ റേഡിയേഷന്റെ ഫ്രീക്വൻസിയും ആണ്. എന്താണ് റേഡിയേഷന്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഫ്രീക്വൻസിയിലുള്ള ഒരു ലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡിഫറൻസ്, ഇവിടുത്തെ ഈ ഡിഫറൻസ്, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട് E2 മൈനസ് E1 ഈക്വൽ ടു Hν എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ Hν എനർജി ഉള്ള ഒരു റേഡിയേഷൻ ഇതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇവിടെ ഈ E1 ഇരിക്കുന്ന ആറ്റത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് E1 നിന്ന് എങ്ങോട്ട് പോകും, E2 പോകും. അല്ല, E2 നിന്ന് ഈ Hν എനർജി ഇത് കളഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് E1 വരാം. 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്ന ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഒന്നിൽ താഴെ നിന്ന് മേളിലേക്ക് പോവാം, ഇല്ലെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് പോരാം. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എക്സൈറ്റ് ആയിട്ടോ E1 നിന്ന് E2 പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, Hν എന്ന് പറയുന്ന എനർജി ഇവിടെ അഡീഷണൽ ആയിട്ട് വേണം. പക്ഷെ ഇപ്പം E2 ഇരിക്കുവാണ്, അവിടുന്ന് താഴേക്ക് വരുവാണെങ്കിൽ ഈ അഡീഷണൽ നമുക്ക് ഈ കിട്ടിയ എനർജി കളയണം. അപ്പൊ മൈനസ് Hν, ഈ Hν നമുക്ക് കളയേണ്ടി വരും. കളഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരിക. അപ്പം ഇത് ഒരിടത്ത് അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ്, ഇവിടെ എമിഷൻ ഓഫ് എനർജിയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഇന്ററാക്ഷൻസ് ആക്ച്വലി 3 കണ്ടീഷൻസിലേക്ക് അല്ലെങ്കിൽ 3 ഫിനോമിനാസിലേക്ക് നമുക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ എന്നും, സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നും, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ലേസറിന്റെ ബേസിക് കൺസെപ്റ്റിലേക്ക് ഇനി കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞത് അബ്സോർപ്ഷനും എമിഷനും പറഞ്ഞു. അപ്പൊ ഇവിടെ ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ്. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ,
അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആക്കി തരാം. നമ്മൾ റേഡിയേഷനും മാറ്ററും കൂടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ആ മെറ്റീരിയലിനകത്തുള്ള ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എനർജി സ്റ്റേറ്റിൽ ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതിന് കാരണം മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അവിടെ ഒന്നുകിൽ എനർജി അബ്സോർബ് ആവും അല്ലെങ്കിൽ എമിറ്റ് ആവും. ആ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്, 3 രീതിയിലായിരിക്കും ഈ എമിഷൻ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഒന്ന് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, ഒന്ന് സ്പോണ്ടേനിയസ് എമിഷൻ, ഒന്ന് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇനി കവർ ചെയ്യുന്നത്. ഇനി ഈ 3 ഫിനോമിനാസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ് പോകുന്നത്. ഈ ഓരോ ഫിനോമിനാസിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ 3 പോയിന്റ്സിൽ ഏതാണ് നമ്മൾ ലേസറുമായിട്ട് കണക്ട് ചെയ്ത് വരിക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, കറക്റ്റ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന ലേസറിന്റെ ഫുൾ ഫോമിൽ തന്നെയുണ്ട്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് ബാക്കി രണ്ടും കൂടെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് ആദ്യം നമുക്ക് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ആദ്യം പഠിക്കാം. അപ്പൊ അബ്സോർപ്ഷൻ ആണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, ഇൻഡ്യൂസ്ഡ്, സ്റ്റിമുലേറ്റഡ്, ഈ വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ്. ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്നൊരു ഇൻഫ്ലുവൻസ് എപ്പോഴും നമ്മുടെ ഈ ഒരു റീജിയനിലേക്കുണ്ട്, അല്ലെങ്കിൽ ഇത് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പുറത്തുനിന്നൊരു സ്റ്റിമുലസോ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഫാക്ടർ അവിടെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കാം. എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ബൈ അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺസ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ ആണ്, എന്താണ് അബ്സോർബ് ആവുന്നത് എന്നുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇവിടെ പുറത്തുനിന്ന് ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു മാറ്റർ ഉണ്ട്, അതിലെന്ത് ചെയ്യും നമ്മൾ ഫോട്ടോൺസ്, ലൈറ്റിന് എന്ത് ചെയ്യും, ബൊമ്പാർഡ് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും, ഇൻസിഡന്റ് ആക്കും ആ മെറ്റീരിയലിലേക്ക്. അപ്പൊ ഫോട്ടോൺസ് എന്ത് ചെയ്യും, അതിലേക്ക് വന്ന് പതിക്കും. അപ്പൊ ആ മെറ്റീരിയലിലുള്ള ആറ്റംസ് എന്ത് ചെയ്യും, ഈ ഫോട്ടോൺസിനെ, ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തെടുക്കും, ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, എന്താ സംഭവിക്കുക, ഈ ആറ്റംസിന് ഓൾറെഡി ഉണ്ടായിരുന്ന എനർജിയെക്കാളും കൂടുതൽ എനർജിയായി. അപ്പൊ അതെന്ത് ചെയ്യും, എക്സൈറ്റ് ആയി. അപ്പൊ ആ എക്സൈറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡ്യൂസ്ഡ് എന്ന പേര് വരാനുള്ള റീസൺ, നമ്മൾ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഫോട്ടോൺസ് ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഈ ഒരു എക്സൈറ്റേഷൻ ആറ്റംസിൽ ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ടാണ് ഇതിനെ ഇൻഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊരു സ്റ്റിമുലസ് കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് ഇതിന് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ബൈ അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺസ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. അവിടെ ബൈ ദി അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആറ്റം ഇൻ ലോവർ എനർജി സ്റ്റേറ്റ് E1 അബ്സോർബ്സ് ഇൻസിഡന്റ് എനർജി, ഇൻസിഡന്റ് ഫോട്ടോൺ ഓഫ് എനർജി E2 മൈനസ് E1 ആൻഡ് ഗോസ് ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് E2. അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, നമ്മൾ ബൊമ്പാർഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോന്റെ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കണം, ഈ ഗ്യാപ്പ് E1 നിന്നും E2 ഗ്യാപ്പ് കവർ ചെയ്യാൻ പറ്റുന്ന എനർജി ആയിരിക്കണം. അതായത് E2 മൈനസ് E1. അതിന് നമ്മൾ hν ഒന്ന് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിഷൻ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സെയിം പോയിന്റ് തന്നെയാണ്. ഫോർ ഈച്ച് ട്രാൻസിഷൻ മെയ്ഡ് ബൈ ആൻ ആറ്റം 1 ഫോട്ടോൺ ഡിസപ്പിയേഴ്സ് ഫ്രം ദി ഇൻസിഡന്റ് ബീം. അപ്പൊ ഒരു ആറ്റം ഒരു ട്രാൻസിഷൻ നടത്തുവാണ്, ഈ ഒരു അബ്സോർപ്ഷൻ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു ഫോട്ടോൺ നമ്മൾ കൊടുത്ത ബീമിൽ നിന്നും മിസ്സിംഗ് ആവുകയാണ്. ഓക്കെ, നമ്മൾ ഇൻസിഡന്റ് ചെയ്ത ബീമിൽ നിന്ന് ഒരു ഫോട്ടോൺ മിസ്സിംഗ് ആവുമ്പോൾ ഒരു അബ്സോർപ്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ഒരു എക്സൈറ്റേഷനും ആറ്റത്തിന്റെ നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ എന്ന് പറഞ്ഞിട്ട് ഒരു ആറ്റം ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതെന്ത് hν എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ എനർജി ഉള്ള ഒരു ഫോട്ടോണിന് വലിച്ച് എടുത്തു, അബ്സോർബ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ആ എ എന്ന് പറയുന്നത് A സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് പോവുകയുണ്ടായി. ഓക്കെ, എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയി. അപ്പൊ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് മതി. ഇപ്പൊ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണ്. ഇനി അടുത്ത് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത് നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു യൂണിറ്റ് ടൈം, അതായത് ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ വോളിയം നമ്മൾ എടുത്തു, ഇപ്പൊ മാറ്ററിന്റെ ഇത്രയൊരു റീജിയൻ എടുത്തു, അത് ഒരു സെക്കൻഡിൽ എത്ര അബ്സോർപ്ഷൻ ട്രാൻസിഷൻസ് നടത്തി, എത്ര അബ്സോർപ്ഷൻ ട്രാൻസിഷൻസ് നടന്നു എന്നുള്ളതിന്റെ ഒരു കണക്ക് നമുക്ക് എടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ അബ്സോർപ്ഷൻ എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്പർ ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പൊ നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻസ് പെർ സെക്കൻഡ്, അതായത് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോ നമ്മളിവിടെ E1 E2 എന്ന് പറഞ്ഞിട്ട്, ഈ E1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റും
E2 എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് N1 ആറ്റംസ് ഉണ്ടെന്നാണ്. ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് N2 ആറ്റംസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര അബ്സോർപ്ഷൻ നടന്നു എന്നുള്ളത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും അബ്സോർപ്ഷന്റെ റേറ്റും വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇത് ആക്ച്വലി റേറ്റ് ആണ്. നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം എന്നത് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇവിടെ ഉണ്ട് റേറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളത്. രണ്ടാമത്തത് എനർജി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. നമ്മൾ ഇൻസിഡന്റ് ചെയ്ത ഒരു ബീം കൊടുക്കുമല്ലോ, ലൈറ്റിന്റെ ഒരു ബീം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ എനർജി ഡെൻസിറ്റി ഉണ്ടാവും. ആ എനർജി ഡെൻസിറ്റി ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് യു എന്നാണ്. ഈ യു ആണ് എനർജി ഡെൻസിറ്റി. അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇവിടെ ന്യൂ കൊടുത്തിട്ടുണ്ട്. ന്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ലൈറ്റ് ബീമിന്റെ ആ ഒരു ഫ്രീക്വൻസിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ. ഇപ്പൊ യു ആണ് നമ്മുടെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഈ നമ്മുടെ എനർജി പെർ യൂണിറ്റ് വോള്യൂം പെർ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയും. എനർജി പെർ യൂണിറ്റ് വോള്യൂം പെർ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, ഇതിനെയാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഡെൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്പർ ഓഫ് ആറ്റംസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് രണ്ടിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസും പിന്നെ ഈ ഒരു യു എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ മാറ്റുവാണെങ്കിൽ ഇവിടെ എഴുതുന്നത് ബി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 1, 2 എന്ന് കൊടുക്കുന്നത് കാരണം അബ്സോർപ്ഷൻ ആയപ്പോൾ 1 എന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന എനർജി സ്റ്റേറ്റിലോട്ടല്ലേ പോയത്. അപ്പൊ അതുകൊണ്ടാണ് 1, 2 എന്ന് കൊടുത്തത്. ബി 1, 2 പിന്നെ N1 U 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷന്റെ റേറ്റ്. പിന്നെ ഇവിടെ നമ്മളിപ്പോ ആഡ് ചെയ്ത് കൊടുത്ത ഈ ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിന്റെ പേരാണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ. അപ്പൊ ഞാൻ ഈ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് 3 ഫിനോമിന പറഞ്ഞു അല്ലെ? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പൊ ഈ 3 കേസിൽ നിങ്ങൾക്ക് 3 കോൺസ്റ്റന്റ്സിനെ പരിചയപ്പെടാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ആദ്യത്തേതാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതിൽ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനും ഉണ്ട്, ഒരു സ്റ്റിമുലേറ്റഡ് എമിഷനും ഉണ്ട്. രണ്ടും നമ്മൾ പുറത്തുനിന്ന് ഒരു സ്റ്റിമുലേ കൊടുത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആ 2 കേസിൽ നമ്മളെ കോൺസ്റ്റന്റിന്റെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും. പ്രത്യേകിച്ചും വേറൊരു നമ്മൾ സ്റ്റിമുലസ് ഒന്നും കൊടുക്കാതെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാണ് ഈ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അത് നിങ്ങൾ 3 പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ എന്താണ്? ഈ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ് ഈ B12 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ദാറ്റ് ഗിവ്സ് പ്രോബബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻസ്. അതായത് എത്ര അബ്സോർപ്ഷൻസ് നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര അബ്സോർപ്ഷൻസ് നടക്കാനുള്ള പ്രോബബിലിറ്റി അതിന് കാണിക്കുന്നതാണ് ഈ ഒരു എന്താണ് ഈ ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ. ചിലപ്പോൾ ഈ ഒരു ടേം, ഈ പ്രോബബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻസ് എന്ന ടേം ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് MCQസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ തന്നെ ആര് വേണോ ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം ഇത് 3 പഠിച്ചു കഴിയുമ്പോൾ ആർക്കും ഓർമ്മയിരിക്കും. 3 ഐൻസ്റ്റീന്റെ കോഎഫിഷ്യന്റ് ആണ്, ഒന്ന് അബ്സോർപ്ഷൻ ആണ്, ഒന്ന് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്, ഒന്ന് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്, എല്ലാവർക്കും ഓർമ്മയിരിക്കും. പക്ഷെ ഈ ഒരു പോയിന്റ് ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി എന്നുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻസിനെ കാണിക്കുന്നതാണ് ഈ B12 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ടുണ്ട്, സിൻസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ലോവർ എനർജി സ്റ്റേറ്റ് ഈസ് ഗ്രേറ്റർ മെറ്റീരിയൽ അബ്സോർബ്സ് മോർ ഓഫ് ദി ഇൻസിഡന്റ് ഫോട്ടോൺസ്. അപ്പൊ സാധാരണയായിട്ട് നമ്മുടെ ഒരു കേസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റും നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റും പറഞ്ഞു. അപ്പൊ സാധാരണ എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നമ്മുടെ ആറ്റംസ് ഇരിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അത് കൂടുതൽ എനർജി കിട്ടിക്കഴിഞ്ഞാലും എക്സൈറ്റ് ആയി പോയാലും തിരിച്ചതെന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് എല്ലാ മെറ്റീരിയൽസും അല്ലെങ്കിൽ എല്ലാ ആറ്റംസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എപ്പോഴും എന്തുണ്ടാവും? നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ നമ്പർ ഓഫ് ആറ്റംസ് നമ്മുടെ ലോവർ എനർജി സ്റ്റേറ്റിൽ ഹൈ ആയിരിക്കും. N1 എന്ന് പറയുന്നത്, അതായത് N1 എന്ന് പറയുന്നത്
E1 നമ്പർ ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ എന്നും പറയും. പോപ്പുലേഷൻ ഓഫ് E1 എന്നും പറയും. E1 അപ്പൊ N1 എന്ന് പറയുന്ന ഹൈ നമ്പർ ആയിരിക്കും. അപ്പോൾ എണ്ണം കൂടുന്നതനുസരിച്ച് അത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഇൻസിഡന്റ് ആയിട്ട് ഫോട്ടോൺസ് കൊടുക്കുമ്പോൾ കൂടുതൽ ഫോട്ടോൺസ് അത് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം എത്രത്തോളം ലോവർ എനർജി സ്റ്റേറ്റിൽ ആറ്റംസ് ഉണ്ടോ അത്ര എനർജി ഇത് അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ആവുകയും ചെയ്യും. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ അത്രയും കൂടും. നമ്മൾ കൊടുക്കുന്ന ഇന്റൻസിറ്റി ഇൻസിഡന്റ് റേഡിയേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടും. അതാണ് ഇവിടെയും പറഞ്ഞല്ലേ, നമ്പർ ഓഫ് ആറ്റംസ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസിഡന്റ് റേഡിയേഷന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുമ്പോഴും റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടും. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇപ്പം നമ്പർ ഓഫ് ആറ്റംസ് ലോവർ എനർജി സ്റ്റേറ്റിൽ കൂടുമ്പോൾ റേറ്റിന് എന്ത് സംഭവിക്കും, ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ കൂടുവോ കുറയോ എന്നൊക്കെ ഉള്ള പോയിന്റ്സ് എക്സാമിന് ചോദിച്ചെന്ന് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വരച്ച് കാണിച്ച ഒരു ഡയഗ്രാംസ് തന്നെയാണ് ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻസിഡന്റ് ഫോട്ടോൺ വരുന്നതും H എന്നൊരു എനർജി, അത് E2 - E1 ഈ ഒരു എനർജി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന എനർജിയാണ്. അങ്ങനെ ആ എനർജി അബ്സോർബ് ചെയ്ത് ആറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് E2 പോയിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, നേരത്തെ വരച്ച് കാണിച്ചത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അബ്സോർപ്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എമിഷനിലേക്കാണ്, സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇപ്പൊ സ്റ്റിമുലേറ്റഡിന്റെ മറ്റൊരു പേരാണ് ഇൻഡ്യൂസ്ഡ് എമിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പഠിച്ച പോലെ ഇൻഡ്യൂസ്ഡ് എമിഷനും ഉണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഈ സ്പോണ്ടേനിയസും സ്റ്റിമുലേറ്റഡിനും കൂടെ എമിഷൻസിനെ ഒരുമിച്ചൊന്ന് പറയാം. അപ്പോ ലൈറ്റ് ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ പാർട്ടിക്കിൾസ് ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻസ് ഫ്രം വൺ എനർജി സ്റ്റേറ്റ് ടു അനദർ. അപ്പോ ഈ എനർജി ട്രാൻസിഷൻസ് നടക്കുന്ന സമയത്ത്, അതായത് രണ്ട് എനർജി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ നിന്ന് മേളിലേക്കും പോവാം, മേളിൽ നിന്ന് താഴേക്കും വരാം. അപ്പൊ ഒരിടത്ത് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിടത്ത് എമിഷനും നടക്കാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താ, ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു എനർജി സ്റ്റേറ്റിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്തു പോകുന്നു. അപ്പൊ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എ പാർട്ടിക്കിൾ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഹയർ സ്റ്റേറ്റ് ഈസ് കോൾഡ് എക്സൈറ്റേഷൻ. എക്സൈറ്റേഷന്റെ മീനിങ് ഓർത്ത് വെച്ചിരിക്കുക, ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതിനാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ പാർട്ടിക്കിൾ എക്സൈറ്റഡ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയും. ഓക്കെ, ഇവിടെ അടുത്ത് നിങ്ങൾ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക, കൺഫ്യൂസ്ഡ് ആകാതെ പഠിക്കാം. അപ്പൊ പാർട്ടിക്കിൾ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് പറഞ്ഞല്ലോ. അപ്പൊ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റില് നമ്മൾ പറഞ്ഞു അതിന് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഈ ഹയർ എനർജി ലെവൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ആറ്റംസ് ഇത് അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഉടനെ താഴത്തെ സ്റ്റേറ്റിലേക്ക് വരാനാണ് അത് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, എക്സൈറ്റഡ് സ്റ്റേറ്റ് വളരെ ചെറിയൊരു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമേ ഉള്ളൂ. അപ്പൊ അത് ഓർഡർ ഓഫ് എത്ര പവറിന് ഉള്ള ഒരു ടൈമാണ്, വളരെ ചെറുതെന്നാ പറയുന്നത്. ഇത് മൈക്രോസ്കോപ്പിക് ആയിട്ട് നടക്കുന്നുണ്ട്, അത്രയും ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ഈ ഒരു ഓർഡർ ഓഫ് സെക്കൻഡ്സ് എത്രയെന്നാണെന്നുള്ളത് എക്സാമിന് ചോദിച്ചു എന്ന് വരാം. എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ലൈഫ് ടൈം എത്രയെന്നുള്ളത്, ദ പാർട്ടിക്കിൾ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ക്യാൻ റിമെയിൻ ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം, വളരെ ചെറിയ ഇന്റർവെൽ ഉണ്ടാവാറുള്ളൂ, നോൺ ആസ് ലൈഫ് ടൈം. ആൻഡ് അതിന്റെ എന്ന് പറയുന്നത് 10⁻⁻8 seconds. 10⁻⁻8 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 10⁻8 seconds ആണ്. അതായത് 1 ഡിവൈഡഡ് ബൈ 10 എഴുതിയിട്ട് ഇത്രയും സീറോസ് വരും, 8 സീറോസും കൂടെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ 10⁻⁻8 seconds ആണ് ഏതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ. ഇനി അവിടെ നിന്ന് നമ്മൾ ഇനി ഒരു പുതിയ ടേം പഠിക്കാൻ പോകുന്നതാണ് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റില് ലൈഫ് ടൈം എന്ന് പറയുന്നത് 10⁻⁻8 ആണെന്നുള്ളത്, ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വരും. അതായത് നമ്മൾ സാധാരണ പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേളിലോട്ട് എനർജി പിടിച്ചു പോകുമ്പോഴത്തേക്കും അത് എക്സൈറ്റ് ആയിരിക്കുമ്പോൾ അത് അവിടെ അൺസ്റ്റേബിൾ ആയിട്ട് തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് താഴെ. പക്ഷെ ചില സമയങ്ങളിൽ അവിടെ തന്നെ അത് കുറച്ചധികം ടൈം നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ കുറച്ചധികം ടൈം, അതിന്റെ ലൈഫ് ടൈം കുറച്ച് കൂടുതലായിരിക്കും ഈ 10⁻⁻8 കാളും. അങ്ങനെ വരുന്ന കേസസിനാണ് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അത് ഫുള്ളി സ്റ്റേബിൾ അല്ല, എന്നാൽ കൂടെ അവിടെ കുറച്ച് ടൈം അഡീഷണൽ അത് അവിടെ നിൽക്കും, നമ്മുടെ ആറ്റംസ് എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിൽക്കും. ആ സ്റ്റേറ്റുകളാണ് നമ്മൾ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ലൈഫ് ടൈം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ചോദിക്കാം, ഇല്ലെങ്കിൽ മെറ്റാ സ്റ്റേബിളിന്റെ ചോദിക്കാനാണ് കൂടുതൽ ചാൻസ്. ബട്ട് രണ്ടും ഓർത്ത് വെച്ചേക്കാം. അപ്പൊ മെറ്റാ സ്റ്റേബിളിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 10⁻⁻3 seconds ആണ്. അത് കുറച്ചുകൂടെ ടൈം എടുക്കും. 10⁻⁻8 വലിയൊരു ഇതാണ് 10⁻⁻3 seconds എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെറ്റാ സ്റ്റേബിളിന്റെ 10⁻⁻3 എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ 10⁻⁻8 seconds ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്.
അപ്പൊ ഇവിടെ നമ്മൾ എമിഷന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ലൈറ്റിന്റെ എക്സൈറ്റേഷൻ ആണ് ഇവിടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിത്ത് എമിഷൻ ഓഫ് റേഡിയേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എക്സൈറ്റ് ആയ കാര്യം പറഞ്ഞു, എക്സൈറ്റേഷൻ. അപ്പൊ എക്സൈറ്റേഷൻ ആയി ഇപ്പൊ അത് മേളിലത്തെ ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ ഇവിടെ വന്നിരിക്കുകയാണ്, E2 ഇരിക്കുകയാണ്. ഇനി എത്ര ടൈം വരുന്നാലും ഒരു പോയിന്റ് എത്തുമ്പോൾ അതിന് തിരിച്ച് ലോവർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പൊ അത് താഴേക്ക് ഈ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് 2 ഫാക്ടേഴ്സ് ആണ് അതിനുള്ളത്. ഒന്ന് കോൺസ്റ്റന്റ് ഫാക്ടറും ഉണ്ട്, ഒന്ന് വേരിയബിൾ ഫാക്ടറും ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇത് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഈ എമിഷൻ, അതായത് താഴേക്ക് വരുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും, ഈ എനർജി ഇത് കളയും, എമിറ്റ് ചെയ്യുമല്ലോ, എമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. അതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. എമിഷൻ ഓഫ് റേഡിയേഷൻ, അതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് ഫാക്ടർ ആണ്, ഒന്ന് വേരിയബിൾ ഫാക്ടർ ആണ്. ഈ കോൺസ്റ്റന്റ് ഫാക്ടർ ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്നതിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ. എന്തായാലും നമ്മൾ ഈ 10⁻³ എന്നൊക്കെ വലുത്, 10⁻⁸ വലുതാണ് 10⁻³ എന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം വളരെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്കത് സ്പോണ്ടേനിയസ് എന്ന് തന്നെ പറയാൻ പറ്റും, വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ഫാക്ടർ ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസിനെ പറയും. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്, സ്പോണ്ടേനിയസ് എമിഷൻ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് ആണ്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റിമുലേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് നമ്മളായിട്ട് എന്ത് ചെയ്യുന്നു, യൂസർ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസിഡന്റ് ബീം കൊടുക്കുവാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു എനർജി കൊടുക്കുവാണ്. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പഠിച്ചത്. അപ്പോ അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും കൊടുക്കണമെന്നില്ല, ചിലപ്പോൾ കൊടുക്കാം, ചിലപ്പോൾ കൊടുക്കാതിരിക്കാം. അത് വേരിയിങ് ആണ്, എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതൊരു വേരിയബിൾ ഫാക്ടറായി അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റിമുലേറ്റഡ് എമിഷനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അതേസമയം എന്തായാലും നമ്മൾ എക്സൈറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ച് അത് എന്ത് ചെയ്യും, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്തായാലും വരും, നമ്മൾ എനർജി കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഫാക്ടർ ഓഫ് പ്രോബിലിറ്റിയെ നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ. ഒരു എക്സൈറ്റേഷൻ നടക്കുന്നതും അവിടുന്ന് തിരിച്ച് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന 2 ടൈപ്പ് ഓഫ് എമിഷൻസിന്റെ ആ ഒരു 2 ഫാക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും എന്താണെന്ന് നോക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും പോർഷനിൽ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നിർത്താം. നമുക്ക് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പഠിച്ചത് കൊണ്ട് ജസ്റ്റ് കുറച്ചുകൂടെ ഇതേ ഉള്ളൂ. അപ്പൊ ഇത്രയും പോയിന്റ്സും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പഠിച്ച പോലെ സ്പോണ്ടേനിയസ് എമിഷൻ, അതുപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷനും കൂടെ ഒന്ന് നോക്കാം. അപ്പം സ്പോണ്ടേനിയസ് എമിഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ എമിഷൻ ആണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഹയർ എനർജിയിൽ നിന്ന് E2 to E1 മേളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ എനർജി എന്ത് ചെയ്ത് റിലീസ് ചെയ്യുന്നു. ഈ എനർജി എമിഷൻ ഓഫ് പാർട്ടിക്കിൾസ്, ഈ എനർജി ഫോട്ടോൺസിനെ റിലീസ് ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഒരു ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുവാണ്. ഓക്കെ, hν എന്ന് പറയുന്ന ആ ഒരു എനർജി, അതായത് ഈ ഗ്യാപ്പ്, ഈ E2 - E1 എന്ന് പറയുന്ന ആ എനർജി ഗ്യാപ്പിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോണിനെ അത് എമിറ്റ് ചെയ്ത് എന്ത് ചെയ്യും, തിരിച്ച് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന്. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുവാണ്. നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് അതിനെ അബ്സോർബ് ചെയ്ത് എനർജി കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അത് എക്സൈറ്റ് മേളിൽ പോയിട്ടുണ്ടാവും, പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ ആയിരിക്കും താഴേക്ക് വരുന്നത്. അതിനെ നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയും. അപ്പോൾ E2 പോലുള്ള ഹയർ എനർജി സ്റ്റേറ്റിൽ ഇത് അൺസ്റ്റേബിൾ ആണ്. ആൻഡ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് താഴേക്ക് റിട്ടേൺ ചെയ്യുന്നത് ടു ലോവർ എനർജി ലെവൽ. എന്താണെന്ന് ഞാൻ പറഞ്ഞു, hν എന്ന് പറയുന്ന ഒരു എനർജി ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനിൽ എഴുതിയത് A എന്നൊരു ആറ്റം hν എന്നൊരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് A* എത്തി. അപ്പൊ ഈ A* ഇരിക്കുന്ന പാർട്ടിക്കിൾ തിരിച്ച് എന്ത് ചെയ്യുന്നു, A എന്നൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ hν എന്ന് പറയുന്ന ആ റിസീവ് ചെയ്ത ആ ഒരു എനർജി തിരിച്ചെന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്ത് കളയുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ റേറ്റ് ഫാക്ടർ ആണ്, അതായത് റേറ്റ് ഓഫ് എമിഷൻ. നമ്മൾ നേരത്തെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ പഠിച്ചാൽ ഇവിടെ റേറ്റ് ഓഫ് എമിഷൻ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എത്ര ട്രാൻസിഷൻസ് ആണ് ഒരു
സെക്കൻഡിൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ നടക്കുന്നത്. എത്ര ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്ന എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പൊ എത്ര സ്പോണ്ടേനിയസ് എമിഷൻ ഒരു സെക്കൻഡിൽ നടന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒറ്റ ഫാക്ടറേ ഉള്ളൂ, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. കാരണം ഇത് എവിടെ നിന്നാണ് വരുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അപ്പൊ എത്ര ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എമിഷൻ അല്ലെ. കാരണം എമിഷൻ നടക്കുന്നത് ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിൽ. അപ്പൊ ഹയർ സ്റ്റേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് നടക്കുന്ന ഈ ഒരു എമിഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷൻസ് നടക്കുന്നത്. നമുക്ക് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് ഓർമ്മയുണ്ടോ? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനിലെ 2 ഫാക്ടേഴ്സ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് number of atoms, density of the energy density. ഓക്കെ കറക്റ്റ്. എനർജി ഡെൻസിറ്റി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അത് കൺഫ്യൂസ് ആക്കരുത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള അതായിരുന്നു ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ റേഷ്യോ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്നൊന്നും കൊടുക്കുന്നില്ലല്ലോ, നമ്മൾ ഇൻസിഡന്റ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, പുറത്തുനിന്ന് ഒരു ബീം ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ എനർജി ഡെൻസിറ്റിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. യു എന്നൊരു എനർജി ഡെൻസിറ്റി അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഹയർ എനർജി സ്റ്റേറ്റ് E2-ലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഇൻടു പോപ്പുലേഷൻ ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു N2 ആണ്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ മാറ്റുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തും? റേറ്റ് ഈക്വൽ ടു A21 N2. ഇപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റിൽ നിന്നും സെക്കൻഡ് എനർജി ലെവലിൽ നിന്നും ഫസ്റ്റ് എനർജി ലെവലിലേക്ക് പോയിട്ടാണ് 2-1 എന്ന് എഴുതിയത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു നേരത്തെ, സ്പോണ്ടേനിയസിന്റെ കേസിൽ, അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടർ ഒന്നും ഇല്ലാത്ത കേസാണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ, അതിന് നമ്മൾ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ എ എന്നും സ്റ്റിമുലേറ്റഡ് നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കുന്ന സമയത്തിന് അവിടുത്തെ കോൺസ്റ്റന്റ് ബി ആയെന്നും ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മൾ സ്പോണ്ടേനിയസ് ആണ്, നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇവിടെ എ ആണ് നമ്മൾ നോക്കുന്നത്, ബി അല്ല കൊടുക്കുന്നത്. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് A21 N2 ഈ പറഞ്ഞ ഇക്വേഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പേര് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. എന്താണ്? ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ പേര് പോയിട്ട് ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. അത് ഈ റേറ്റ് ഓഫ് എത്ര സ്പോണ്ടേനിയസ് എമിഷൻസ് നടക്കുന്നുണ്ടെന്നതിന്റെ ഒരു കണക്കാണ് ഈ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത് കാണിക്കുന്നതും ഇതില് അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ഇതിൽ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഴുതുകയാണ്, റേറ്റ് ഈക്വൽ ടു A21 ഇൻറ്റു N2. ഇതിന് A21ന്റെ ഇക്വേഷൻ എഴുതി എങ്ങനെ വരും? റേറ്റ് ഓവർ നമ്പർ അല്ലെ, റേറ്റ് ഓവർ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ്. നമുക്ക് എത്ര സ്പോണ്ടേനിയസ് എമിഷൻസ് നടക്കുന്നുള്ള ഒരു പ്രോബബിലിറ്റി ഫാക്ടർ ആണ് ഈ തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, പ്രോബബിലിറ്റി. എല്ലായിടത്തും പ്രോബബിലിറ്റി എന്നുള്ളത് വരും. ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിനോടൊപ്പം പ്രോബബിലിറ്റി എന്നുകൂടെ പേര് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സിൽ നമുക്ക് എക്സ്റ്റേണൽ കൺട്രോൾ ഒന്നുമില്ല, നമ്മൾ പുറത്തുനിന്നൊരു ഫാക്ടർ അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം ഇത് എല്ലാം എന്താണ് സ്വന്തമായിട്ടുള്ള ഒരു അതിന് സ്വന്തമായിട്ട് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഈ എമിഷൻ നടക്കുന്നത്. കാരണം അത് ഹയർ എനർജി സ്റ്റേറ്റിൽ അൺസ്റ്റേബിൾ ആയിട്ട് അതിന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടൊരു എമിഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ഈ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബിഫോർ, അതായത് ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ് A സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, അത് ഒരു H nu എന്ന് പറഞ്ഞ എനർജി റിലീസ് ചെയ്ത് ആ ഫോട്ടോൺ ഇവിടെ എനർജി, ഇതാണ് ഫോട്ടോൺ, പോകുന്ന ഫോട്ടോൺ എനർജി പോയി എന്നിട്ട് അത് തിരിച്ച് അതിന്റെ സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റും കൂടെ നമുക്ക് പറയാനുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ഇവിടെ നിന്ന് ഈ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഓരോ തവണ ഇത് എമിറ്റ് ചെയ്യുമ്പോൾ എന്താ എമിറ്റ് ചെയ്യുന്നത്? ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ സോഴ്സ് വിൽ ബി ഇൻകോഹറന്റ്. അപ്പൊ ഇൻകോഹറന്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടത്തെ ഇൻസ്റ്റന്റ് ഓഫ് ട്രാൻസിഷൻ, ഡയറക്ഷൻ ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോൺ, ഫേസ് ഓഫ് ഫോട്ടോൺസ്, ഇവരുടെ പോളറൈസേഷൻ സ്റ്റേറ്റ് ഒക്കെ റാൻഡം ആണ്. അതായത് നമ്മളിപ്പം ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇതിന് തോന്നുമ്പോൾ, ഇതിന് അൺസ്റ്റേബിലിറ്റീസ്, അതിന് എത്ര ടൈം വരെ നിൽക്കാൻ പറ്റുമോ അത് നിൽക്കും. അതിന് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉടനെ അത് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്തിട്ട് എനർജി ഫോട്ടോണിനെ എമിറ്റ് ചെയ്തിട്ട് താഴേക്ക് തിരിച്ചു വരും. അത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമില്ല. അപ്പൊ അത് റാൻഡം ആയിട്ട് അതിന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴതെന്ത് ചെയ്യും? തിരിച്ച് എനർജി സ്റ്റേറ്റിലേക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുറത്തോട്ട് പോകുന്ന വേവ് ലെങ്ത്, ഈ എനർജി എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തില്ല, ഇതിന്
കൊഹറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ സ്പോണ്ടേനിയസ് എമിഷൻ കാരണം ഉണ്ടാകുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻകൊഹറന്റ് ആയിരിക്കും. അതായത് ഇവരുടെ ഫേസ് ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഓരോന്നും ഓരോ ഫേസ് ആയിരിക്കും. എല്ലാവരും 0 ഫേസ് ഡിഫറൻസോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസോ കാണിക്കുന്നവരാകണമെന്നില്ല. അപ്പൊ ഇതെന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇൻകൊഹറന്റ് ആണ്. അപ്പൊ ഇൻകൊഹറന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേസറിന് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ പറഞ്ഞു ലേസറിൽ എന്ന് പറയുന്നത് നമ്മുടെ ലേസർ ബീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഹൈ കൊഹിറൻസ് ആണ്. അതെ, ഹൈ കൊഹിറൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോസസ്സ് എന്തായാലും നമുക്ക് ലേസറിന്റെ ഉപയോഗത്തിൽ വരത്തില്ല. അപ്പൊ നമ്മുടെ ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രോസസ് ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? നമ്മൾ തൊട്ട് മുന്നേ സ്പോണ്ടേനിയസ് എമിഷനിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എനർജി കൊടുക്കുന്നുണ്ട്, ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനിലൊക്കെ കൊടുത്ത പോലെ നമ്മളൊരു ലൈറ്റ് ബീം ഇൻസിഡന്റ് ആക്കുന്നുണ്ട് അതില്. അപ്പൊ ഇവിടെ നോക്കാം, എമിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ഹയർ സ്റ്റേറ്റ് ടു ലോവർ സ്റ്റേറ്റ്. നേരത്തെ നടന്ന പോലെ എമിഷൻ ആകുമ്പോൾ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ് വിത്ത് അനദർ ഫോട്ടോൺ ഹാവിംഗ് എനർജി ഈക്വൽ ടു ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസിഷൻ എനർജി ലെവൽസ്. അപ്പൊ ഇവിടെ 2 എനർജി ലെവൽസ് ഉണ്ട്. ഇവിടുത്തെ ഈ എനർജി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾ ഇൻസിഡന്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിന്റെ സ്റ്റിമുലസിൽ എന്ത് സംഭവിക്കും? ഈ പാർട്ടിക്കിൾ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വരും. സ്പോണ്ടേനിയസ് ആയിട്ടല്ല വരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റിമുലസിന്റെ പ്രസൻസിൽ, ഈ ഒരു ഫോട്ടോൺ, നമ്മൾ കൊടുത്ത ഫോട്ടോണിന്റെ പ്രസൻസിൽ ഇത് താഴേക്ക് വരും. എന്ത് ചെയ്യും? ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. എമിഷനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആകുന്നത്. ഇനി വേറൊരു ഡെഫിനിഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, എമിഷൻ ഓഫ് ഫോട്ടോൺസ് ബൈ ആൻ അറ്റോമിക് സിസ്റ്റം അണ്ടർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ അറ്റോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, എന്തും ആകാം. ആറ്റംസ് ആകട്ടെ, മോളിക്യൂൾസ് ആകട്ടെ, ഒരു അറ്റോമിക് സിസ്റ്റത്തിന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുവാണ് അണ്ടർ ആൻ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടർ. പുറത്തുള്ള ഒരു ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസിൽ ഫോട്ടോൺസ് ഇത് എമിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത് തന്നെ, നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ ഫോട്ടോൺ കൊടുത്തു. ഓൾറെഡി ഇതിന് ഇത്രയും ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സൈറ്റ് ആയി പോയ ആറ്റം ഓൾറെഡി ഒരു ഫോട്ടോൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു എനർജി അതിലുണ്ട്. അപ്പോൾ അതും റിലീസ് ചെയ്യുക, അത് എമിറ്റ് ചെയ്യണം, അത് താഴെ ലോവർ സ്റ്റേറ്റിലോട്ട് വരണമെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എനർജിയും കൂടെ എന്ത് ചെയ്യും? പോണം. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഒരു ഫോട്ടോൺ എന്തായാലും ഈ ആറ്റം എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ കൊടുത്ത ഇൻസിഡന്റ് ഒരു ഫോട്ടോൺ ഉണ്ടല്ലോ, ആ ഫോട്ടോൺ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നു. ഇതിനവിടെ അബ്സോർബ് ഒന്നും ആരും ചെയ്യുന്നില്ല. അപ്പൊ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇതും എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ 2 ഫോട്ടോൺ ആണ് ആക്ച്വലി നമുക്ക് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ ഒരു 2 സ്റ്റേറ്റ് ഉണ്ട്, E1 E2. നമ്മൾ എമിഷൻ ആണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അത് ഈ എ സ്റ്റാർ എന്ന സ്റ്റേറ്റിൽ എത്തിയത് എങ്ങനെയാണ്? ഓൾറെഡി ഒരു H nu അബ്സോർബ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓൾറെഡി അതിൽ അഡീഷണൽ എനർജി ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ ഈ ഒരു എനർജി ഇതിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഒരു അഡീഷണൽ ഫോട്ടോൺ ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഇതിന്റെ സ്റ്റിമുലസിൽ എന്ത് ചെയ്യും? ഈ എനർജി ഇത് ലൂസ് ചെയ്യും. അതായത് ഈ അഡീഷണൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി കളഞ്ഞിട്ട് ഇത് താഴേക്ക് വരും. അപ്പോൾ ഇവിടെ എന്തായി? ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജിയും പുറത്തേക്ക് പോയി, നമ്മൾ സ്റ്റിമുലസ് ആയിട്ട് കൊടുത്ത ഫോട്ടോണും ഇതിന്റെ കൂടെ ഔട്ട്പുട്ട് ആയിട്ട് പുറത്തേക്ക് വരും. അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കാണിച്ചിരിക്കുന്നത് എ സ്റ്റാർ പ്ലസ് H nu. ഇത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കൊടുത്ത ഒരു ഫോട്ടോൺ ആണ്. അതും കൂടെ ചേർന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും? ഇത് എ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരും. 2 ഫോട്ടോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റിമുലേറ്റഡ് എമിഷന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റ് ഇതിന്റെ പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഇവിടെ റേറ്റിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് റേറ്റിന്റെ ഇക്വേഷൻ ആണ്. റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? നമ്മൾ പുറത്തുനിന്നൊരു ഇൻസിഡന്റ് ലൈറ്റും കൊടുത്തു, പിന്നെ അത് മാത്രമേ ഇൻസിഡന്റ് നമ്മൾ പുറത്തുനിന്ന് കൊടുത്തുള്ളൂ. അപ്പൊ ഇവിടെ ഫാക്ടേഴ്സിൽ വരുമ്പോൾ റേറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയായിരിക്കും? ഒന്ന്, എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസ്. കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നല്ല താഴോട്ട് വന്നത്. അപ്പം N2നെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ കൊടുത്ത ഇൻസിഡന്റ് റേഡിയേഷന്റെ എനർജി ഡെൻസിറ്റിയെയും എന്ത് ചെയ്യും? U nu ഇതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാനായിട്ട് നമ്മൾ സ്റ്റിമുലേറ്റഡ് വരുമ്പോഴത്തേക്കും ഏത് ലെറ്റർ യൂസ് ചെയ്യുന്നത്? എ ആണോ ബി ആണോ? ഏതാ? എ ആണോ? ഓക്കെ, ബി ആണ് വരുന്നത്. അപ്പൊ സ്റ്റിമുലേറ്റഡ് വരുമ്പോൾ ബി ആണ് യൂസ് ചെയ്യുന്നത്. ബി
പിന്നെ സെക്കൻഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് വന്നിട്ട് B21 എന്ന് എഴുതും. പിന്നെ നമ്മുടെ ഫാക്ടേഴ്സ് രണ്ടും N2 U. ഇതാണ് നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ. എന്തിന്റെ റേറ്റ്? റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷന്റെ റേറ്റ് ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് B21 എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് എമിഷൻ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി എന്ന ടേമും കൂടെ ഓർത്തു വെച്ചിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ വരുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ 1-2 പോയിന്റ്സ് വെച്ചിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതും പിന്നെ സ്പോണ്ടേനിയസ് സ്റ്റിമുലേറ്റഡിന്റെ ഒരു ഡിഫറൻസ് ടേബിളും കൂടെ ഉണ്ട്. അത്രയും കൂടെ നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സും കൂടെ എടുക്കോളൂ. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. സ്റ്റിമുലേറ്റഡ് എമിഷനിൽ പ്രോപ്പർട്ടീസ് പറയുമ്പോഴത്തേക്കും എമിറ്റഡ് ഫോട്ടോൺ ഈസ് ഐഡന്റിക്കൽ ടു ദ ഇൻസിഡന്റ് ഫോട്ടോൺ ഇൻ ഓൾ ആസ്പെക്ട്സ്. നമ്മൾ ഒരു സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ കൊടുത്തില്ലേ, ഇവിടെ പുറത്തുനിന്ന് ഒരു ഫോട്ടോൺ നമ്മൾ കൊടുത്തു, അതും ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഫോട്ടോൺ ഐഡന്റിക്കൽ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു ഫോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു സ്റ്റിമുലസ് ആയിട്ട് കൊടുക്കണം. അവിടെ അത് ചെന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ ഒരു ആറ്റത്തിന് തട്ടുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും? ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകണം. അതിനവിടെ പ്രത്യേകിച്ച് അബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആ സെയിം എനർജി കൊടുത്ത അതേ എനർജി തന്നെ അത് തിരിച്ചു വരും. അപ്പൊ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫോട്ടോൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻസിഡന്റ് ആയിട്ട് കൊടുക്കുന്ന ഫോട്ടോണും അതിനെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ, 2 ഫോട്ടോൺ ഉണ്ട്. അതിൽ ഒരെണ്ണം ഇതേ ഐഡന്റിക്കൽ ആയിട്ട് വരുന്ന ഫോട്ടോൺ ആയിരിക്കും. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ എനർജി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ E2 - E1 ഡിഫറൻസ് ഉള്ള, അതായത് hν എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരെണ്ണം ആയിരിക്കും നമ്മൾ രണ്ടാമത് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ആ ഇക്വേഷനിൽ എഴുതിയപ്പോൾ നമ്മൾ hν എന്ന് പറയുന്ന ഫോട്ടോൺ തന്നെയാണ് നമ്മൾ എന്തും ചെയ്തത്, ഇൻസിഡന്റ് ആയിട്ട് കൊടുത്തത്. അതാണ് 2 hν എന്ന് പറഞ്ഞത്. ചിലപ്പം അങ്ങനെ വരണമെന്നില്ല, hν തന്നെ കൊടുക്കണമെന്നില്ല. ഇൻസിഡന്റ് ആയിട്ട് കൊടുക്കുന്ന ഫോട്ടോൺ ചിലപ്പോൾ വേറെ ഫ്രീക്വൻസിയിലൊക്കെ ഉള്ളതാകാം. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ആ ഇക്വേഷൻ എങ്ങനെ വരുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ അങ്ങനെ കാണിച്ചത്. ഈ ഒരു 2 അതായത് നമ്മുടെ ആ ഒരു എനർജി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതും hν തന്നെ, പിന്നെ നമ്മൾ ഇൻസിഡന്റ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നതും hν തന്നെ എന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് ഇവിടെ 2 hν വന്നത്. ഇല്ലെങ്കിൽ ഇവിടെ 2 ഡിഫറെന്റ് hν ഒരെണ്ണം കാണും, പിന്നെ അടുത്ത ഫ്രീക്വൻസി ν1 hν2 അങ്ങനെ വല്ലതും വരാം. അത് പോസിബിൾ ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എമിറ്റഡ് ഫോട്ടോണും ഇൻസിഡന്റ് ഫോട്ടോണും സെയിം ആയിരിക്കും. പിന്നെ പ്രോസസ് ക്യാൻ ബി കൺട്രോൾഡ് എക്സ്റ്റേണലി. നമ്മൾ പ്രോസസ്സ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻസിഡന്റ് ഫോട്ടോൺ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന എമിഷൻ. ഈ എമിറ്റ് ചെയ്യുന്നത് എന്താണ്? ഫോട്ടോൺ ആണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, ലേസർ ആയിട്ട് വരുന്നത്, ലൈറ്റ് ആയിട്ട് വരുന്നത് അല്ലെ, ലൈറ്റ് ആയിട്ട് കിട്ടുന്ന. അപ്പൊ നമ്മുടെ ഈ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ബേസ്ഡ് ഓൺ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫോട്ടോൺ വെച്ചിട്ട്. ഓക്കെ, പിന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേസർ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ലേസറിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അധികം ടൈം ഒന്നും എടുക്കില്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റേഡിയേഷൻ സ്പോണ്ടേനിയസ്ലി ഇൻകോഹറന്റ് ആണ് അല്ലെ, ഞാൻ പറഞ്ഞു. അത് റാൻഡം ആയിട്ടാണ്, പെട്ടെന്നാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഫേസ് ഒന്നും ചിലപ്പോൾ സിങ്ക് ആയിട്ടായിരിക്കില്ല വരുന്നത്, എല്ലാ ഫേസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഫേസ് ഡിഫറൻസ് എന്തായാലും കാണും. അപ്പോൾ ഇൻകോഹറന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് റേഡിയേഷൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ സ്റ്റിമുലേറ്റഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഫേസ് ഡിഫറൻസ് മാനേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അവിടുത്തെ റേഡിയേഷൻ കൊഹിറന്റ് ആയിരിക്കും. പിന്നെ സ്പോണ്ടേനിയസിൽ ഇന്റൻസിറ്റി കുറവായിരിക്കും. സ്റ്റിമുലേറ്റഡിൽ നിങ്ങൾക്ക് സ്റ്റിമുലേറ്റർ എന്ന് പറയുമ്പോൾ ലേസർ ഓർത്താൽ മതി. ലേസറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അത് വെച്ച് നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഇവിടെ ലെസ് ഇന്റൻസിറ്റി എങ്കിൽ സ്റ്റിമുലേറ്റഡിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ലേസറിന് ഹൈ ഇന്റൻസിറ്റി ആണെന്ന് പറഞ്ഞു. പിന്നെ പോളിക്രോമാറ്റിക് ആണ്. സ്പോണ്ടേനിയസിൽ പല വേവ് ലെങ്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യാം. അതിന് തോന്നിയ പോലെയാണ്, നമുക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെ സ്പോണ്ടേനിയസിൽ. അപ്പൊ പല വേവ് ലെങ്തിലുള്ള ലൈറ്റ്സ് വരും. അപ്പൊ പോളിക്രോമാറ്റിക് ആണ്. സ്റ്റിമുലേറ്റഡിൽ പക്ഷെ അതേസമയം ലേസറിന് എന്താ പഠിച്ചേ? ഹൈ മോണോക്രോമാസിറ്റി എന്ന് പഠിച്ചു അല്ലെ. ഒറ്റ കളർ, ഒറ്റ വേവ് ലെങ്ത് ആയിരിക്കും അതിൽ വരുന്നത്. പിന്നെ ഇവിടെ സ്പോണ്ടേനിയസിൽ ഒരു ഫോട്ടോൺ ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഒരു ട്രാൻസിഷനിൽ 2 ഫോട്ടോൺ റിലീസ് ആവും അല്ലെ. പിന്നെ സ്പോണ്ടേനിയസ് വരുമ്പോൾ ലെസ് ഡയറക്ഷനാലിറ്റി, അതായത് കൂടുതൽ സ്പ്രെഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, കൂടുതൽ ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സ്റ്റിമുലേറ്റഡ് അല്ലെങ്കിൽ ലേസറിന്റെ കേസിൽ അത് ഭയങ്കര ചെറിയൊരു ഏരിയയിലായിരിക്കും സ്പ്രെഡ് ആയി പോകുന്നത്. അപ്പൊ ഹൈ ഡയറക്ഷനാലിറ്റി. പിന്നെ വരുന്നത് മോർ ആംഗുലർ സ്പ്രെഡ് ഡ്യൂറിങ് പ്രൊപ്പഗേഷൻ. സെയിം പറഞ്ഞതിനാണ്, കൂടുതൽ ആംഗുലർ സ്പ്രെഡ് ഉണ്ട്. അപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഏരിയയിലായിരിക്കും, ഇവിടെ സ്പ്രെഡ് കുറവായിരിക്കും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സോഡിയത്തിന്റെ ലൈറ്റ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ, സോഡിയത്തിന്റെ തരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. സ്റ്റിമുലേറ്റഡിൽ നമുക്കറിയാം ലേസറിന്റെ സോഴ്സ്, ലൈറ്റ് ഫ്രം എ ലേസർ സോഴ്സ്. വേറെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. മെർക്കുറി വേപ്പർ ലാമ്പ്, റൂബി ലേസർ, ഹീലിയം ഗ്യാസ് ലേസർ,
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഗ്യാസ് ലേസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ടൈപ്സ് ഓഫ് ലേസർ നമുക്ക് ഈ ആപ്ലിക്കേഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർമ്മയിരിക്കും ഈ പേരുകളൊക്കെ. ഇപ്പോഴും ഈ പേരുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്നില്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഈ കണ്ടന്റ് ഈ മൊഡ്യൂൾ തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലേസറിന്റെ ഇതെല്ലാം ഓർമ്മയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ കമ്പണൻസും ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അടുത്ത് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒരു 2 minutes കൂടെ നമുക്ക് വേഗം ഒന്ന് ക്വസ്റ്റ്യൻസും കൂടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേഗം ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. ഇപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് വായിച്ചോളൂ, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ഫസ്റ്റ്, ലേസർ ഈസ് ഷോർട്ട് ഫോം ഓഫ്, ഏതാണ് റൈറ്റ് ഓപ്ഷൻ? ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. കറക്റ്റ്. ഇനി സെക്കൻഡ് വൺ, ലേസർ ബീം ഈസ് മെയ്ഡ് ഓഫ്, ഇതിൽ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ബി ആണോ? ഉറപ്പാണോ? ഓക്കെ, കറക്റ്റ് ആണ്. ഹൈലി കൊഹറന്റ് ഫോട്ടോൺസ്. ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോൺസ്, ഫോണോൺസ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിക്കുന്ന മിസ്റ്റേക്ക് വരുത്തരുത് ഒരിക്കലും. എക്സാം പേപ്പർ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് മിസ്റ്റേക്ക് വരുത്തി മാർക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ആൽഫബറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈഫ് ടൈം ഓഫ് ഇലക്ട്രോൺ ഇൻ എ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്, എത്രയാ വരുന്നത്? ബി. കറക്റ്റ്. 10⁻³ സെക്കൻഡ്സ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എത്രയായിരുന്നു? സി. ഓക്കെ, സി. 10⁻⁻8 സെക്കൻഡ്. ഫോർത്ത്, ഓക്കെ, പോപ്പുലേഷൻ ഇൻവേർഷൻ ആക്ച്വലി നിങ്ങൾ പഠിച്ചില്ല, അതിന് നെക്സ്റ്റ് ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പൊ ഈ 5th ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ ബീം ആർ? ഡി. Yeah, correct. D, all of them. Highly directional, highly intense, highly monochromatic. Next question, energy of photon? എ. A. Okay, A is the right answer. H nu ആണ് ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത്. പിന്നെ 7th ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. Which event is likely to take place when photon of energy equal to difference in energy between two levels is incident in a system? മീനിങ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. സി ആണോ? നമുക്ക് ഓക്കെ, സി യു ഓപ്ഷൻ വരുന്നുണ്ട്, ബി യു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അബ്സോർപ്ഷൻ നടക്കില്ലേ? നമുക്കൊരു എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ നടക്കില്ലേ? ആക്ച്വലി എ അല്ലേ ആൻസർ? ആക്ച്വലി കറക്റ്റ് ആൻസർ സി ആണ്. സി പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം ഇവിടെ ചോദ്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. വെൻ വിച്ച് ഇവന്റ് ഈസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് വെൻ എ ഫോട്ടോൺ ഓഫ് എനർജി ഈക്വൽ ടു ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ 2 ലെവൽസ്. 2 ലെവൽസ് ഉണ്ട്, ഇവരുടെ എനർജി ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ E1, E2 ഇവരുടെ ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള E2 - E1 ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോൺ ഈ സിസ്റ്റത്തിൽ ഇൻസിഡന്റ് ആയാൽ, ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഏതൊക്കെ ഇവന്റ് നടക്കാൻ ചാൻസ് ഉണ്ട്? ഏതൊക്കെ നടക്കാം? ഒന്നുകിൽ ഇത് അബ്സോർബ് ആകാം, അല്ലെ? ഒന്നുകിൽ ഇത് അബ്സോർബ് ആവാം, ഇല്ലെങ്കിൽ ഇത് സ്റ്റിമുലേറ്റഡ് എമിഷനും നടന്നൂടെ? നമ്മൾ ലാസ്റ്റ് പഠിച്ച അങ്ങനെയല്ലേ, Hnu കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇത് എമിഷൻ നടത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടും പോസിബിൾ ആണ്. അബ്സോർപ്ഷൻ മാത്രമല്ല എമിഷനും നടക്കാം. അപ്പൊ ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ആൻസർ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ആണ്. നിങ്ങൾ കൂടുതലും വായിക്കുക. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ റിപ്പറ്റേറ്റീവ് ആയിട്ട് വായിക്കുക. കാരണം ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരാം. കാരണം സിമ്പിൾ ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇതുപോലെയൊക്കെ വന്നു വരും. ചെറിയൊരു മിസ്റ്റേക്ക് വഴി നമ്മുടെ ഒരു മാർക്ക് പോവാൻ. സോ അത് ശ്രദ്ധിക്കാം. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്,
ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.